മത്തായി സുവിശേഷം 25:13 വാക്യം. ബൈബിളുള്ളവരെല്ലാവരും എടുത്തോ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പിൻ. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായ കൊണ്ട് ഉണർന്നിരിപ്പിൻ. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ എൻ്റെ സ്വർഗ്ഗീയ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ വചനം ധ്യാനിക്കുവാൻ അടിയന് കൃപ തരണമെന്ന് പ്രാർത്ഥികളുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരണ ജ്ഞാനത്തിലും കൃപയിലും മാനുഷ്യമായ ശബ്ദം ഒന്നും വേണ്ട കർത്താവേ. പുതിയ ബലത്തോടെ പുതിയ ശക്തിയാൽ നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ യേശുവിൻ്റെ അധികാരത്തിൽ ശാസിക്കുന്നു, ഭർസിക്കുന്നു. അത്ഭുതങ്ങൾ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഏതാത്മാവിന് എഴുതപ്പെട്ട അതേ ആത്മാ സംസാരിക്കുവാൻ കൃപ തരണം. തൻ്റെ മക്കളെല്ലാവരും ആരും ആലസ്യമായിരിക്കും അനുവദിയിൽ കേൾക്കുന്നവർ അത്ഭുതങ്ങളെ സംഭവം എന്നിൽ കർത്താവ് ഈ ശബ്ദം മന്ന TV ചാനലിലൂടെ കേൾക്കുന്ന മക്കൾ, മീഡിയ ടുഡേ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കൾ സകലവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണം. ലോകമെമ്പാടും ഈ സുവിശേഷത്തുവാൻ അനവധി വിടുതലായി തീരുവാൻ, അനവധി ദൈവ മക്കൾക്ക് ഒരു വലിയൊരു അനുഗ്രഹമായി തീർക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് കൂടെ ഇരിക്കണം, അവിടെ നിന്ന് ചെയ്തെടുക്കണം. ദൈവഹിതമില്ലാത്ത ഒരു വാക്ക് പോലും മനുഷ്യമായി ഒന്നുപോലും തന്നിൽ വരാൻ അനുവദിക്കല്ല പച്ച. തൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ഒരു വാക്ക് പോലും വരല്ലേ. പരിശുദ്ധാത്മാവേ, തന്നെ നിറയ്ക്കണം കർത്താവേ. തൻ്റെ അതിരങ്ങൾ മേൽ ദൈവശക്തി വ്യാപരിക്കണം. കൃപമേൽ കൃപ പകരണം അപ്പച്ച. ഒരു പുതുബലത്തോടെ ചെയ്യുവാൻ ഒരു ബലത്തോടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ നിറയ്ക്കണം. കേൾക്കുന്നവർക്ക് വിടുതലുകളും അത്ഭുതങ്ങളും സംഭവിക്കത്തക്ക വണ്ണം ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്യണതിനെ താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ വായിച്ചത് മത്തായി സുവിശേഷമാണ്. 25:13 വാക്യം ഇങ്ങനെ വായിച്ചു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയാകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഒരു ഉണർവിന് വേണ്ടിയാണ് ഇന്ന് പ്രത്യേകിച്ചും പരിശുദ്ധാത്മാ പറയുന്നത്. ഉണർന്നിരിക്കണം. ആരാധനയിൽ ഉണർന്നിരിക്കണം, പ്രാർത്ഥനയിൽ ഉണർന്നിരിക്കണം. ആരും ഉറങ്ങിപ്പോകരുത്. ഇന്ന് രാത്രി ഉണർന്നിരിക്കണം. ഒരു ഉണർവിന് വേണ്ടി ഒരുക്കുകയാണ്. ഇന്ന് ഒരുക്കുകയാണ്. ഉണർന്നിരിക്കണം. അലസ്യമായിരിക്കരുത്, അല്ലാതെ വേറെ ചിന്തയോടെ ഇരിക്കരുത്. ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തക്ക വണ്ണം പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുവാൻ കർത്താവേ, ഇന്ന് എത്ര പേരുടെ ഇരിക്കുക പറയും, എന്നോട് സംസാരിക്കണമേ. ഇന്ന് ഒരാളോട് പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല. ആരോ സാക്ഷി പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമില്ല. എനിക്കറിയാം വിശ്വാസമല്ല. അവരെക്കുറിച്ച് അവരെ തന്നെ തുടങ്ങാം. അവിടെ തന്നെ തുടങ്ങാം കാര്യം വെച്ച്. ഹല്ലേലൂയ. കാര്യം എന്താണ്? നിന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല എങ്കിൽ നിനക്ക് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും? സ്വയം വിശ്വസിക്കാൻ പറ്റിയില്ല എങ്കിൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആമേ, ഹല്ലേലൂയ. നമ്മളെ കാണുന്ന ഇന്ന് ലോകത്തിൻ്റെ അടുത്തുള്ള മറ്റുള്ളവർ പോലെയല്ല. നിന്റെ ഹൃദയം എങ്ങനെയാണെന്ന് ആരറിയണം? ആമേ, സ്വർഗത്തിലെ ദൈവം അറിയണം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ചേച്ചിയോ അമ്മച്ചിയോ അപ്പച്ചനല്ല സർട്ടിഫിക്കറ്റ് തരേണ്ടത്. ഞാനൊന്നും അല്ല സർട്ടിഫിക്കറ്റ് തരേണ്ടത്. നിങ്ങളുടെ തരേണ്ടത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, കൈയടിക്കത്തില്ല, ആരാധിക്കത്തില്ല, കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ എന്ന് ചോദിച്ച് മുടന്തൻ ചോദ്യങ്ങൾ ചോദിച്ച് അനുഗ്രഹങ്ങളെ കളയരുതേ. അനുഗ്രഹം കളയരുതേ. 2021 അനുഗ്രഹം കളയരുതേ. പറ, എൻ്റെ അവിശ്വാസം വന്ന് കർത്താവേ, എനിക്ക് തെറ്റുപറ്റി, എനിക്ക് കുറവ് വന്ന അപ്പച്ച, എൻ്റെ ബലഹീനം വന്ന് ക്ഷമിക്കണമേ. നമ്മൾ ഈ കാലഘട്ടത്തിൽ കടന്നു പോകുന്നത് ഒരുപാട് പരീക്ഷകളിലൂടെയാണ്. ദൈവമക്കളെ, നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് പരീക്ഷണ കാലഘട്ടങ്ങളാണ്. എന്തറിയുമോ? നമ്മൾ ചിലത് ചെയ്തെങ്കിലും ചെയ്തില്ലെങ്കിലും ചെയ്തെന്ന് പറയും. ചിലത് ചെയ്തില്ലെങ്കിൽ ചെയ്തെന്ന് പറയുക. ചില നമ്മൾ ആമേ പല കുരുക്കുകള്, അത് സാത്താന്റെ തന്ത്രങ്ങളാണ്. ഹല്ലേലൂയ. പലപ്പോഴും തന്ത്രങ്ങളാണ്. നിങ്ങളെ മനുഷ്യമായി ചിന്തകളെ നശിപ്പിച്ചിട്ട് നിങ്ങൾ മാനുഷ്യമായ അസ്വസ്ഥ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പിന്മാറ്റത്തിലാവും. പിന്മാറ്റത്തിലാകുമ്പോൾ എന്ത് ചെയ്യും? പള്ളി പോവില്ല, ആരാധന മുടങ്ങും, പ്രാർത്ഥിക്കത്തില്ല, ഉപവസിക്കത്തില്ല. അത് പിശാചിന്റെ തന്ത്രമാണ്. നിന്നെ പിന്മാറ്റത്തിൽ കൊണ്ടുപോകുന്നത്, അവിശ്വാസത്തിൽ നിന്ന് ആമേ നിന്നെ വലിച്ചു കൊണ്ടുപോകുന്നത് ഒരു പിശാചിന്റെ തന്ത്രമാണെന്ന് ആത്മാവിനെ ഞാൻ വിളിച്ചു പറയും. ഹല്ലേലൂയ. അവന്റെ തന്ത്രങ്ങളെ ജയിക്കണം ദൈവമക്കളെ, തന്ത്രങ്ങളെ ജയിക്കണം. കഴിഞ്ഞ ദിവസം ആമേ ഹല്ലേലൂയ ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ രാത്രി പ്രാർത്ഥിച്ചില്ല ബ്രദറെ, ഞാൻ മരിക്കാൻ പോകണം, ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. കഴിഞ്ഞ രാത്രി, ഇന്നലെ രാത്രി എന്നെ വിളിച്ചതാ. ഹല്ലേലൂയ.
ചാനലിലൂടെ ശുശ്രൂഷ കണ്ടിട്ട് എന്നെ വിളിച്ച ഞാൻ രാത്രി മരിക്കാൻ പോകുന്നു. നിങ്ങൾ മാത്രമല്ല പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക. കാര്യം എന്താണ്? എൻ്റെ മകൻ മദ്യപിച്ചു. 26-28 വയസ്സുള്ള മകൻ മദ്യപിച്ചു. അവൻ ലെവലില്ല, ബോധം കെട്ടു. ബ്രദറെ, എനിക്ക് സമാധാനമില്ല, അതിൽ സ്വസ്ഥതയില്ല, കടഭാരമാണ്. എൻ്റെ മോൻ എനിക്ക് വല്ലാത്തൊരു പരുവത്തിലാണ്. സിസ്റ്ററെ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആത്മഹത്യ ചിന്തിക്കരുത്. രാത്രി പ്രാർത്ഥിച്ചോ? ഇല്ല, പ്രാർത്ഥിച്ചില്ല ബ്രദറെ, അല്പം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. എനിക്കറിയാം ഒരു കാര്യം, നമ്മൾ എവിടെ പ്രാർത്ഥന കുറയുമോ പിറ്റേന്ന് ശത്രു നമുക്കെതിരെ അടിച്ചിരിക്കുക. ശത്രു നിശ്ചയമായി അടിച്ചിരിക്കുക, മറക്കരുത്. വിളിച്ചോ ഹല്ലേലൂയ. പ്രാർത്ഥന കുറയുമ്പോ പിശാച് ഉറപ്പായിട്ട് അടിച്ചിരിക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യണം. ക്ഷീണങ്ങളും പ്രയാസങ്ങളും മടുപ്പുകൾ വരുമ്പോ, നമുക്ക് മടുപ്പ് ക്ഷീണം വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, പിറ്റേന്ന് നമുക്ക് വരുന്നത് ഒരു പരീക്ഷയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ എന്താന്ന് പറഞ്ഞാൽ, പ്രാർത്ഥിപ്പാൻ നമ്മൾ അല്പം ഒന്ന് വിട്ടുപോയാൽ, അല്പം ഒന്ന് വേണമെങ്കിൽ നമുക്ക് പ്രശ്നം വലുതായി മാറും. നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചില്ല എങ്കിൽ പ്രഭാതത്തിൽ ഒരുപാട് കരയേണ്ടി വരും. ഒരു വ്യക്തിയുടെ മാത്രമല്ല തലകുനിക്കേണ്ടി വരുന്നത്, ഒരുപാട് വ്യക്തിയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരും. എല്ലാത്തിനുപരിയായിട്ട് സാത്താൻ പറയും, രക്ഷപ്പെട്ടു, എൻ്റെ ആഗ്രഹം എന്നാണ്, അവൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവൻ്റെ മുമ്പിൽ തലകുനിപ്പിക്കുക എന്നുവെച്ചാൽ ഒരു ജീവനെ തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ശത്രു മെനയുന്നത്. അതുകൊണ്ട് നമ്മൾ ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഹല്ലേലൂയ. ഈ ഉണർന്നിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം നിങ്ങൾക്ക് കേൾക്കണ്ടേ? കഴിഞ്ഞ ദിവസം യൂട്യൂബ് ചാനലിലൂടെ ഫേസ്ബുക്കിലൂടെ ഒരു മീഡിയ ഒരു ശുശ്രൂഷ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി കേട്ടു. ആ സഹോദരിക്ക് ഉണ്ടായ വലിയൊരു അത്ഭുതം, ഒരു ഗവൺമെന്റ് ജോലി. 2023 അവസാനിക്കും മുമ്പേ ഒരു ദൂത് പറഞ്ഞു, എന്നെ അറിയത്തില്ല, അവർക്ക് എന്നെ അറിയത്തില്ല, പക്ഷെ ഒരാളറിയാം, യേശുവിനെ അറിയാം. എന്നെ അവർക്കറിയത്തില്ല, അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയത്തില്ല, പക്ഷേ ഒരാളറിയാം, എൻ്റെ യേശുവിനെ അറിയാം. ആ സാക്ഷി നമുക്ക് എന്താണ് സംഭവിച്ചതെന്നത് നിങ്ങൾ കേൾക്കുവാൻ, പ്രത്യേകിച്ചും സിസ്റ്റർ പറഞ്ഞു ഇത് സഭയിൽ കേൾപ്പിക്കണം. അതുകൊണ്ടാണ് നിർബന്ധിച്ച് പറഞ്ഞു ഈ സാക്ഷി സഭയിൽ കേൾപ്പിക്കണം. അവർ എറണാകുളം കോഴഞ്ചേരിയിലാണ് താമസിക്കുന്നത്. ഇവിടെ എത്താൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഹല്ലേലൂയ. വരും ഉറപ്പായിട്ട്, എന്തെങ്കിലും ഒരു ദിവസം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആ സാക്ഷ്യം ഞാനിപ്പോൾ നിങ്ങൾ കേൾപ്പിക്കാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ലൂസി. ഞാൻ എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം ഇവിടെ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി. ഒരു ആൻറ്റിയും അച്ചായനും മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ ദൈവം പ്രവർത്തിച്ച ഒരു അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യം എനിക്ക് കേൾക്കുവാനിടയായി. എനിക്ക് സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ വിശ്വാസം ഒന്നുകൂടി വർദ്ധിക്കുവാനിടയായി. ഞാൻ വിശ്വാസത്തിൽ കുറച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സാക്ഷ്യം കേൾക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ ഒരു ഗവൺമെൻറ് ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അതിൻ്റെ എക്സാം പാസ്സായി. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഡിസംബർ 2023 തന്നെ ദൈവം ആ ജോലി നൽകി തരുമെന്ന് ദൈവം എന്നോട് ആലോചന അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വിശ്വസിച്ച് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സാക്ഷ്യം കേൾക്കുന്നത്. പക്ഷേ അത് ഡിസംബർ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ അത് നടക്കില്ല എന്നുള്ളൊരു കാര്യം എനിക്ക് കേൾക്കുവാനിടയായി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെ അതിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ട്, ഈ വർഷം നടക്കില്ല, അടുത്ത വർഷത്തേക്ക് നിയമനം ഉണ്ടാവും എന്നൊക്കെ കേൾക്കുവാനിടയായി. അപ്പോൾ അതിപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഭാരമായി. എൻ്റെ വിശ്വാസമൊക്കെ കുറച്ച് തണുത്തു. ഇനി നടക്കില്ല, സംഭവിക്കില്ല എന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഭാരപ്പെട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് ഈ സാക്ഷ്യം കേൾക്കുന്നത്. ഞാനപ്പോൾ അതിൽ സതീഷ് പാസ്റ്റർ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടനെ തന്നെ ദേവദാസിൻ്റെ ഫോൺ നമ്പർ എടുത്ത് ദേവദാസിനെ കോൺടാക്റ്റ് ചെയ്യാനിടയായി.
ഞാൻ എൻ്റെ വിഷയം ദേവദാസനുമായിട്ട് ഷെയർ ചെയ്ത ആ നിമിഷം തന്നെ ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. ഇതുപോലെ തന്നെ ദേവദാസൻ എന്നോട് ആലോചന പറഞ്ഞു, ഡിസംബർ 31 തന്നെ ഈ ജോലിയിൽ പ്രവേശിക്കുവാൻ ദൈവം സഹായിക്കുമെന്ന് എന്നോട് പറയുവാനിടയായി. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയാനിടയായി. എനിക്ക് ദേവദാസൻ എന്നെ ദൈവവചനത്തിലൂടെ എന്നെ ഉറപ്പിക്കുവാനിടയായി. എനിക്ക് വിശ്വാസത്തെ ഒന്നും കൂടി വർദ്ധിപ്പിക്കുവാൻ ദൈവം എന്നെ അത് സഹായിച്ചു. ദേവദാസൻ എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്. ഞാൻ ദേവദാസനെ വിളിക്കുന്നത് 21 തീയതിയാണ്. 21 തീയതി ദേവദാസനോട് പറഞ്ഞത് അന്ന് മുതൽ 7 ദിവസം രാത്രി 12 മണിക്ക് 1 മണിക്ക് ഇടയിലുള്ള സമയത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ എന്നോട് ദേവദാസൻ ആവശ്യപ്പെട്ടു. ഞാൻ അപ്രകാരം ദേവദാസൻ പറഞ്ഞത് അതേപോലെ തന്നെ ആ സമയത്ത് തന്നെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് എൻ്റെ വീട്ടിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും 12 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനിടയായി. 27 തീയതി വരെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം 28 തീയതി ഞാൻ എൻ്റെ ഭവനത്തിലിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു കോൾ വരുവാനിടയായി. അത് പോസ്റ്റ് ഓഫീസിൽ നിന്നായിരുന്നു കോൾ വന്നത്. എൻ്റെ അപ്പോയിൻറ്റ്മെൻറ്റ് ലെറ്റർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് എന്നോട് അറിയിക്കുവാനിടയായി. എൻ്റെ ജോലിയുടെ ലെറ്ററായിരുന്നു അത്. ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ആ കോൾ എടുക്കുവാനിടയായി. ദൈവം അത്ഭുതം ചെയ്തതോർത്ത് ഞാൻ ദൈവത്തെ നിമിഷം തന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു, ബലപ്പെടുത്തി. ഞാൻ എന്നെ ആ ലെറ്റർ പോയി കൈപ്പറ്റുവാനിടയായി. ഞാൻ പിറ്റേ ദിവസം അതായത് ഇന്ന് 29/12 ഞാൻ ജോലിയിൽ പ്രവേശിക്കുവാനിടയായി. ഞാൻ എറണാകുളം ജില്ല തന്നെ വേണമെന്നാണ് ദൈവസന്നിധി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് എറണാകുളം ജില്ലയിൽ തന്നെ നിയമനം ലഭിക്കാനിടയായി. ഞാൻ ഇന്ന് ദേവദാസൻ രാവിലെ വിളിക്കുകയും ദേവദാസൻ എന്നെ പ്രാർത്ഥിച്ച് അയക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ദാസന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഞാൻ ഒരിക്കലും നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ദേവദാസനെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഒരു പരിചയമില്ല ദേവദാസനുമായിട്ട്. എന്നാലും ഞാൻ വിളിച്ച ആ സമയം തന്നെ ദേവദാസൻ ഒരു മടിയും കൂടാതെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആലോചന പറയുകയും എൻ്റെ വിഷയം ഏറ്റെടുക്കുകയും ചെയ്ത ദേവദാസന് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. എല്ലാവിധ നന്മകളും ദൈവം നൽകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. തുടർന്നും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 20 വർഷമായി. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുന്നത്. ദൈവം പല നന്മകളും അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പീരീഡ് വെച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ ദൈവം എന്നെ സഹായിച്ചു. സമയം ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ 31 തീയതിക്കുള്ളിൽ തന്നെ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുമെന്ന് എന്നോട് പറഞ്ഞ് അതുപോലെ തന്നെ എനിക്ക് ജോലിയിൽ പ്രവേശിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ദൈവം ചെയ്ത ആ അത്ഭുത വിടുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദേവദാസനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും തുടർന്നും എനിക്കും എൻ്റെ ഭവനത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് നല്ല സാക്ഷിക്കായി. ഈ സാക്ഷി ഇവിടെ വന്നില്ല, അവർ എറണാകുളമാണ്. ഇപ്പോൾ നമ്മുടെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല, ഞാൻ പ്രസംഗിക്കുന്നത് ലോകത്തോടാണ്. എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ പലരും ഇറങ്ങി ഓടും, പലർക്കും ബുദ്ധിമുട്ട് വരും, പലർക്കും പ്രയാസം തോന്നും. ഇല്ല, ചിലർക്ക് അനുഗ്രഹമായി തീരുന്നു ദൈവമക്കളെ. ഹല്ലേലൂയ. ചിലരുടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നമുക്ക് വേണ്ടി മാത്രമല്ല, പലവർക്കും ഭയങ്കര വിടുതലുകൾ സംഭവിക്കുന്നു. അപ്പോൾ നല്ല പറഞ്ഞു ഗവൺമെൻറ് ജോലിയാണ്, പ്രൈവറ്റ് ജോലിയൊന്നുമല്ല. PSCയിൽ ഗവൺമെൻറ് ജോലി ഈ വർഷം കിട്ടൂല എന്ന് പറഞ്ഞു, 24 കിട്ടുള്ളൂ പറഞ്ഞു. ഇല്ല, പ്രാർത്ഥിച്ചു, ആത്മാവിൽ പറഞ്ഞു 23 തന്നെ കിട്ടും. 29 ജോലി കയറി. 2 ദിവസം കിടക്ക വിട്ട്
ഗവൺമെൻറ് ജോലിയിൽ പ്രവേശിക്കാനിട വന്നു. ഈ സിസ്റ്ററിന് ആമേ പ്രാർത്ഥിക്കുക. ഒരു തലമുറയും വേണം. കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെട്ട സിസ്റ്ററാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക. ദൈവം അത്ഭുതം ചെയ്യും. ജോലി കൊടുത്ത ദൈവം തലമുറയും കൊടുക്കുവാൻ ശക്തനാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല അനുഗ്രഹങ്ങൾക്കായി, നല്ല സാക്ഷികൾക്കായി. ആമേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ മഹത്വം കൊടുക്കുന്നു. ദൈവം സഹായിക്കുന്നതിനായി എല്ലാ നന്മകൾക്കും പ്രാർത്ഥന കേട്ട ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. നമുക്ക് വീണ്ടും വചനത്തിലേക്ക് വരാം. അതിൻ്റെ 1 വായിക്കുക. നമ്മൾ വായിച്ചത് 25:13 വായിച്ചത്. അതിൻ്റെ 25:1 നമുക്ക് വായിക്കാം. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ വിളക്ക് എടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകന്മാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. മതി. ഇനി നമുക്ക് വളരെ ശ്രദ്ധയോടെ നമുക്ക് പോകാം. ആമേ, ഹല്ലേലൂയ. ആരും ഇറങ്ങി ഓടരുത്. എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. 10 കന്യകമാർ. 1 സ്വർഗരാജ്യം മണവാനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോടാണ് ഇന്ന് സദൃശ്യമാകുന്നത് പറയുന്നത്. സ്വർഗം ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചന പറയുന്നത്. അവരിൽ 5 പേർ ബുദ്ധി ഇല്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. 5 പേര് ബുദ്ധിയുള്ളവരായിരുന്നപ്പോൾ ബുദ്ധി ഇല്ലാത്തവർ അവർക്ക് എന്ത് പറ്റി? വിളക്ക് എടുത്തപ്പോൾ എണ്ണയും എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്ക് എടുത്തപ്പോൾ പാത്രത്തിൽ എണ്ണയും എടുത്തു. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു വ്യത്യാസം. ചിലർ പറഞ്ഞല്ലേ, ഇത് അല്പം കൊണ്ടുപോകാന്ന് പറയുമ്പോൾ പാത്രം മാത്രം എടുത്തുകൊണ്ട് കൊടുക്കും. അല്പം ഒന്ന് കൊണ്ടുപോവാ, കഴിക്കാൻ കൊണ്ടുപോവാ. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? പാത്രത്തിനകത്ത് ഇത്തിരി ചോറൊക്കെ ഇട്ട് 2 പറ്റൊക്കെ ഇട്ടല്ലേ, ഇത്തിരി കഴിക്കാത്ത കുടിക്കാനൊക്കെ വെള്ളം തരുമ്പോൾ പിച്ചക്കാരൊക്കെ ചോദിക്കുമ്പോൾ 5-6 പറ്റുകൂടെ ഇട്ട് കൊടുക്കും അല്ലേ. ബുദ്ധിയുള്ളവരെന്ത് ചെയ്യും? പറ്റുകൂടെ ഇട്ടു. ഇല്ലാത്തവരെന്ത് ചെയ്യും? വെള്ളം മാത്രം അരിച്ച്, കഞ്ഞിവെള്ളം വെച്ച് അരിച്ച് അല്ലേ കൊടുക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇവിടെ വിളക്കെടുക്കുമ്പോൾ ചിലർ വിളക്ക് മാത്രമല്ല എണ്ണയും എടുത്ത്. മുഖഭാവങ്ങൾ മാറുന്നുണ്ട്. ഹല്ലേലൂയ. മാറല് വളരെ ആറ്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അപ്പോൾ വിളക്കെടുത്തപ്പോൾ 5, ഞാൻ നിങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ വിളക്കെടുത്തപ്പോൾ അവർ വിളക്കും എടുത്തു, എണ്ണയും എടുത്തു. 5 പേർ വിളക്ക് മാത്രം എടുത്തു. ആമേ, അതിനകത്ത് കുറച്ച് എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ, അത് മാത്രമേ എടുത്തുള്ളൂ. ചില വിളക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ശേഷിപ്പുള്ള കുറച്ച് എണ്ണയുണ്ട്. അപ്പോൾ അവർ വിചാരിച്ചപ്പോൾ വിളക്ക് മാത്രം അങ്ങ് എടുത്തു ഒറ്റ പോകുമ്പോൾ എടുക്കാൻ പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കരുതണം. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുകയാണ് ഇവിടെ. ആമേ, 10 പേരെ സദൃശ്യമെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുക്കമുണ്ടായിരിക്കണം. ദൈവമക്കളെ, ഇന്ന് നമ്മൾ ഒരുങ്ങുന്നത്, ഇന്ന് ആരാധന കഴിഞ്ഞു, വൈകുന്നേരം ഒരുങ്ങുന്നുണ്ട്. അതാണ് നമ്മൾ ഒരുങ്ങുവാൻ തയ്യാറായി ഉണർന്നിരിപ്പാൻ. ഇന്ന് നമ്മൾ ഉണർന്നിരിക്കണം. കണ്ണിലെന്ത് ചെയ്യണം? എണ്ണ വീഴ്ത്തി ഉറങ്ങാതെ. ഇപ്പോഴേ നിങ്ങൾ ഒരുങ്ങിയാൽ എണ്ണ വീഴ്ത്തി എണ്ണ നഷ്ടപ്പെടാത്ത രീതിയിൽ ഒരുങ്ങി നമ്മൾ തയ്യാറെടുത്തിരിക്കണം. എണ്ണ നഷ്ടപ്പെടാൻ പാടില്ല. എണ്ണയുണ്ടെങ്കിൽ വിളക്ക് കത്തുകയുള്ളൂ. വിളക്ക് കത്തണമെങ്കിൽ എണ്ണയുണ്ടാവണം. മറക്കരുത്. നമ്മൾ 5 പേര് വിളക്കിൽ അല്പം എണ്ണ മാത്രം ഉണ്ടായിരുന്നു, അത് മാത്രം എടുത്ത്. മറ്റൊരങ്ങനെയല്ല. വിളക്കെടുത്തപ്പോൾ എനിക്കറിയാം ഇത് വിളക്കിൽ എണ്ണ തീരും, അതിന് പ്രത്യേകിച്ച് എണ്ണ കയ്യിലെടുക്കണം. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടി പാത്രത്തിൽ അപ്പോൾ എണ്ണയിൽ വിളക്കിൽ എണ്ണ ഉണ്ടായിരുന്നു, വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. അപ്പോൾ 10 പേര് ഒരുമിച്ച് നിൽക്കുകയാണ്. എല്ലാവരുടെ കയ്യിൽ എന്തുണ്ട്? വിളക്കുണ്ടോയെന്ന് കേട്ടാൽ എല്ലാവരുടെ കയ്യിലും വിളക്കുണ്ട്. എല്ലാവരും ബൈബിളുണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. പ്രൈസലോ, ഹല്ലേലൂയ. എല്ലാവരും ബൈബിളുണ്ടോ? ബൈബിളുണ്ട്. ഇതിനകത്ത് എത്ര പേര് പ്രാപിക്കും? എത്ര അനുഗ്രഹം പ്രാപിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ദൈവഹിതമുള്ളവരൊക്കെ അല്ലേ, ബുദ്ധിഹിതമനുസരിച്ച്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് കൂടുതൽ പ്രാപിക്കുവാനും പ്രാർത്ഥിക്കുവാനും ചിലതൊക്കെ മനസ്സിലാക്കുവാൻ ഇന്ന് ചിലത് പറഞ്ഞപ്പോൾ ദൈവം വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തായിരിക്കണം ദൈവമക്കളെ.
കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊണ്ട്. ദൈവം വിളിക്കുമ്പോൾ ബുദ്ധിയുള്ളവരായിരിക്കണം, ബുദ്ധിയില്ലാത്ത കൂട്ടത്തിലാകരുത്. നിങ്ങൾ കർത്താവിൻ്റെ വരവനായി ഒരുങ്ങി തയ്യാറെടുപ്പേൻ. എണ്ണയോടെ ദൈവത്തിന് ഒരുങ്ങണം. ആമേ, കർത്താവ് സന്നിധിയിൽ ഒരുങ്ങി തയ്യാറെടുത്ത് ഇപ്പോഴേ നമ്മൾ ഒരുങ്ങി ആമേ ഒരുക്കത്തോടെ ഇരുന്നാൽ മാത്രമേ ആമേ കർത്താവിൻ്റെ വരവിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റൂ. 5-ാമത്തെ വാക്യം, 10 പേര് ഒരുമിച്ചുണ്ട്, ബുദ്ധിയുള്ളവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. 5-ാമത്തെ വാക്യം, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ, പിന്നെ മണവാളൻ എടുത്ത സമയത്ത് മണവാളൻ വന്നില്ല. നമ്മൾ പറയുന്ന സമയത്തൊന്നും മണവാളൻ വരൂല്ല. മണവാട്ടി അങ്ങനെ ഒരുങ്ങിയിരിക്കുകയാണ്. സമയം തെറ്റും. സമയം തെറ്റുമ്പോൾ മണവാട്ടിക്ക് എന്ത് ചെയ്യും? കാലിൽ കൂടെ അങ്ങോട്ടൊരു തരിപ്പ് കയറും, അങ്ങോട്ട് കാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടും. ദേഷ്യം പിടിച്ചിരിക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്യും? ഇനി അല്പം ഒന്ന് ഉറങ്ങാം. ദേഷ്യം വന്ന് കാലിൽ കൂടെ ദേഷ്യം കയറി അത് കണ്ണിൽ കൂടെ വ്യാപരിക്കും. കാലിൽ കൂടെ ദേഷ്യം വന്ന് കണ്ണിൽ കൂടെ വ്യാപരിച്ച് എന്ത് ചെയ്യും? എല്ലാം ബോധം. ചില പറയും പാവം ബോധം കെട്ടിടന്ന് ഉറങ്ങണം, ഒന്ന് കഴിച്ചോലും ഇല്ല. അപ്പോൾ മണവാളൻ്റെ വരവനായി ഒരുങ്ങി തയ്യാറെടുക്കുമ്പോൾ ആമേ ആ സമയത്ത് വന്നില്ല, മണവാളൻ താമസിക്കുന്നു. മണവാളൻ വരുവാൻ ആമേ സമയം നിനക്കും എനിക്കും അറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് വരുന്നത് എപ്പോഴാണെന്ന് പറയുന്നത്, ഏത് സമയത്താണ് വരുന്നതെന്ന് ആർക്കും അറിയത്തില്ല. അത് രാത്രിയാകാം, പകലാകാം. ബൈബിൾ നോക്കുമ്പോൾ അർദ്ധരാത്രിയാകാം. ഹല്ലേലൂയ. നമ്മൾ ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. ആ ടൈമിൽ മാത്രമേ ഉറങ്ങിപ്പോകരുത്. ഉണർന്ന് വരുമെന്ന് പറഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരാത്തത് കൊണ്ട് ആമേ എന്ത് ചെയ്തു? ഈ മണവാളൻ താമസിച്ചുകൊണ്ട് എല്ലാവരും മയക്കം പിടിച്ച് കൂർക്കം പിടിച്ച് അങ്ങോട്ട് വലിച്ച് ഉറക്കാൻ തുടങ്ങി. ഇല്ല, ഉറങ്ങേണ്ട സമയമല്ല. ഉറങ്ങേണ്ട സമയത്ത് മാത്രമേ ഉറങ്ങാവൂ. ദൈവ പൈതലേ, നിനക്കൊരു പ്രതീക്ഷ വേണം. നിനക്ക് നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അനുഗ്രഹത്തിലേക്ക് പോകാൻ പറ്റൂ. ഞാൻ വിളിച്ചു പറയും, നിനക്ക് നിന്നെക്കുറിച്ചൊരു പ്രതീക്ഷ വേണം. ഒരു പ്രതീക്ഷ വേണം. ഞാൻ എടുത്തിരിക്കുന്ന വിളക്ക് അത് എണ്ണ ഉണ്ടെന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. നീ വിളക്കെടുക്കുമ്പോൾ ആ വിളക്കിലുള്ള എണ്ണ മാത്രം കണ്ടിട്ടല്ല, അഡീഷനിലൂടെ കുറച്ച് എണ്ണ കൂടെ കയ്യിലെടുക്കണം. നീ എടുക്കണം, അതിനനുസരിച്ച് ഒരുങ്ങണം. അതിനുവേണ്ടി വിളക്കെടുക്കും, അതിനുള്ള തയ്യാറെടുക്കണം. എങ്കിൽ മാത്രമേ ഹല്ലേലൂയ അടുത്ത് തയ്യാറായി നിൽക്കുന്ന ബുദ്ധി ഉള്ളവരടുത്ത് നമുക്ക് നിൽക്കാൻ പറ്റൂ. അടുത്ത് പറയുകയാണ്, മയക്കം പിടിച്ചു അവർ ഉറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. ഒരു വിളിയുണ്ടായി. കർത്താവിൻ്റെ വരവിൽ കാഹളം ധ്വനിക്കും. മനസ്സിലായല്ലോ? കാഹളം ധ്വനിക്കുന്ന സമയം ഒരു ആർപ്പ് വിളിയുണ്ട്. ആ ആർപ്പ് വിളിയിൽ ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റ്. ഇതാ കർത്താവ്, സൈന്യങ്ങൾ ഒത്തൊരുമിച്ച് വരുന്നു, എഴുന്നള്ളുന്നൊരു ആർപ്പ് വിളി ഉണ്ടായി. അപ്പോൾ എല്ലാവരും ചാടി അങ്ങ് ഉറക്കമൊക്കെ വിട്ട് എല്ലാവരും എഴുന്നേറ്റപ്പോൾ എല്ലാവരും അങ്ങ് ചാടി എഴുന്നേറ്റു. എല്ലാവരും മയക്കങ്ങളെല്ലാം മാറി ചാടി എഴുന്നേറ്റു. എഴുന്നേറ്റു. എന്നാൽ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ആ സമയം ഞങ്ങളുടെ എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവിൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. എണ്ണയുള്ളവരുടെ 5 കന്യകമാർ 5 കന്യകയോട് പറയുക, അവരെ വിളക്കെടുത്ത് അറിയാലോ, വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തു. ഈ ആർപ്പ് വിളി വന്ന സമയത്താണ് വിളക്കുകളെല്ലാം തെളിച്ചു. ആ ടൈമിൽ ഈ 5 പേരോട് ചോദിക്കുന്ന 5 ബുദ്ധിയില്ലാത്ത കന്യകമാർ ബുദ്ധിയുള്ളവരോട് ചോദിച്ചു, എനിക്ക് നിന്റെ കയ്യിൽ നിന്നും കുറച്ച് എണ്ണ തരാമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു,
ഞാൻ എണ്ണ തന്ന എനിക്ക് തരാൻ മനസ്സൊക്കെ ഉണ്ട്, ധാരാളം മനസ്സെല്ലാം ഉണ്ട്. പക്ഷേ ഈ എണ്ണ ഇതിൽ നിന്ന് കുറച്ച് തന്നാൽ ഇത് അവസാനം എന്ത് ചെയ്യും? ആമേ, ഞങ്ങളുടെ വിളക്ക് ഇതിൽ നിന്ന് കെട്ടുപോകും. ഇപ്പോൾ നിങ്ങൾക്കും തികയില്ല, ഞങ്ങൾക്കും തികയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? എണ്ണ നമുക്ക് തോന്നാൽ ഒരു കുപ്പി എണ്ണയുണ്ട്, ഇത് ഒരു കുപ്പി എണ്ണയും കത്തിക്കാനുള്ളതാണ്. ഇവിടെ കൃത്യമായിട്ട് അളവുണ്ട്. ഇത് പൂർണ്ണമായി ഇതിൽ നിന്ന് അല്പം പോലും എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ തന്നാൽ, നിൻ്റെ മനസ്സലിഞ്ഞ് ഞങ്ങളെ തന്നു കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾക്കും അത് തികയത്തില്ല, ഞങ്ങൾക്കും തികയത്തില്ല. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. അത് ചോദിക്കേണ്ട അവസ്ഥ എന്താ വന്നത്? ചോദിക്കേണ്ടേ, വിളക്കെടുത്ത സമയത്ത് ഇവർ എണ്ണ കൂടെ എടുക്കാത്തത് കൊണ്ടാ. നീ എടുക്കേണ്ട സമയത്ത് എടുക്കാത്തോണ്ടാ നിനക്ക് മറ്റുള്ള മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്ന ദൈവ പൈതലേ, ഇന്ന് പകൽക്കാലം ആമേ, ദൈവ സന്നിധി എടുക്കേണ്ട സമയത്ത് നീ എടുക്കണം. ആമേ, മറ്റുള്ള മുമ്പിൽ തല കുനിക്കാതിരിക്കണമെങ്കിൽ നീ ആദ്യമേ അതിനു വേണ്ടി ഒരുങ്ങണം, അതിനു വേണ്ടി തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അവസാനം കൊണ്ട് മറ്റുള്ള മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥ വരുമെന്ന് നല്ലപോലെ അറിയാം. അറിഞ്ഞുകൂടാതെ പോകരുത്. നിങ്ങൾ എവിടെയെങ്കിലും തലകുനിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നിങ്ങളുടെ ബുദ്ധിക്കേടാണ്, നിങ്ങളുടെ അറിവില്ലായ്മയാണ്. പല അറിവില്ലായ്മ കൊണ്ടാണ് ഇന്ന് പലതും എടുത്തു ചാടി പല കുരുക്കുകൾ വന്ന് ആമേ ആ വഴിയിൽ അകപ്പെട്ടു പോകുന്നത്. ആമേ, ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ, ഒരു ഒരുക്കം വരുമ്പോൾ എല്ലാം അതിനു വേണ്ടി ഒരുങ്ങണം, നേരത്തെ തയ്യാറാകണം. ഒരു കല്യാണമായാലും അതിനു വേണ്ടി ഒരുങ്ങണം. ആമേ, ഒരു ഫംഗ്ഷൻ വന്നാലും അതിനു വേണ്ടി ഒരുങ്ങണം. നമ്മൾ ഏത് കാര്യത്തിനും ആമേ ഒരുങ്ങി തയ്യാറാകണം. ഒരു ഉപവാസ പ്രാർത്ഥന വരുന്നോ, ആദ്യമേ നമ്മൾ ഒരുങ്ങണം. സമയമാകുമ്പോഴല്ല ഡ്രസ്സ് എടുക്കാൻ ഓടേണ്ടത്. കല്യാണം എന്ന് പറയുമ്പോൾ ഒരു ആമേ കല്യാണ പെണ്ണുവിന് ആമേ നിശ്ചയിച്ചു, സമയമായി പിറ്റേ രാത്രിയല്ല ഡ്രസ്സ് എടുക്കാൻ ഓടേണ്ടത്. ആഭരണം എടുക്കാൻ പോകുന്നത് രാത്രിയല്ല, എല്ലാം നേരത്തെ വേണ്ടി ഒരുങ്ങും. നിങ്ങൾ ആത്മീയിൽ എത്രമാത്രം ഒരുങ്ങുന്നുണ്ട്, എത്രമാത്രം ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സമയമാകുമ്പോൾ പറയും ഞങ്ങൾക്ക് ഡ്രസ്സില്ല, അതില്ല, ഇതില്ല, ചപ്പില്ല, ചവറില്ല എന്ന് ഓരോ കാരണങ്ങൾ വിളിച്ചു പറയുമ്പോൾ നിന്നെ കുറിച്ച് വിളിച്ചു പറയും, നീ ബുദ്ധിയില്ലാത്ത കന്യകയാണ്, ബുദ്ധിയില്ലാത്ത കന്യകയാണ്. ആത്മാവിന് നിനക്ക് ഒരുങ്ങുവാൻ തയ്യാറാകണം. നിനക്ക് എരിവ് വേണം, നിനക്ക് എരിവ് വേണം. നിന്റെ കുടുംബത്തിനകത്ത് ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന എരിവും ദാഹവും അത് അത്രത്തോളം ഉണ്ട്. അല്ലേ, മകളെ വിട്ട് അല്ലെ മോന്റെ കല്യാണം, അല്ലെ മകളെ കല്യാണം അടുത്തടുത്ത് വരുമ്പോഴും അമ്മയ്ക്ക് നെഞ്ചിടിയാ, അപ്പനും നെഞ്ചിടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അമ്മ പറയും ഈ കല്യാണം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാലേ മതി. കാര്യം എന്താണ്? നിന്റെ ചങ്കിന് ഉറപ്പില്ല. കാര്യം എന്താണ്? ഹല്ലേലൂയ, ഒരു ഉറപ്പ് വേണം. ഹല്ലേലൂയ. കാര്യം സമയത്തല്ല, നമ്മൾ അതിനു മുമ്പ് എല്ലാം റെഡിയായി പ്രാർത്ഥനയോടെ പ്രാർത്ഥിച്ച് തയ്യാറാണ്, ഒരുങ്ങണം. സമയമാകുമ്പോഴല്ല ഡ്രസ്സ് എടുക്കാൻ ഓടേണ്ടത്, സമയമാകുമ്പോഴല്ല സോപ്പ് എടുക്കാൻ പോകേണ്ടത്, സമയമാകുമ്പോഴല്ല ചീപ്പ് എടുക്കാൻ പോകേണ്ടത്, സമയമാകുമ്പോഴല്ല എണ്ണ എടുക്കേണ്ടത്. ആമേ, സകലത്തിനും തയ്യാറായി ഒരുങ്ങി ഇരുന്നോ, നീ ഒരുങ്ങി ആമേ റെഡിയായി ദൈവ സന്നിധിയിൽ നിന്റെ ജീവിതം വിശുദ്ധ ജീവിതമാകണമെങ്കിൽ നിന്റെ കുറവുകളെയും നിന്റെ പാപങ്ങളെ ഏറ്റുപറ. വിളക്കെടുക്കുമ്പോ നീ എണ്ണ കൂടെ എടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിന്നെ ആഹ്വാനം ചെയ്യുകയാണ്. ബുദ്ധിയില്ലാതെ പോകരുത്. ആമേ, ടൈം ആവുന്ന സമയത്ത് ഓടുന്ന 5 കന്യകമാർ ഓടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞു നിനക്കും നിങ്ങൾക്കും ഞങ്ങൾക്ക് തികയത്തില്ല. അതുകൊണ്ട് അടുത്ത് വായിക്കുന്നു. വായിച്ചേ. തികയാതെ കൊണ്ട് അവർ വാങ്ങുവാൻ പോയപ്പോൾ അവരെന്താണ്, നിങ്ങൾ എണ്ണ ഉള്ള സ്ഥലത്തേക്ക് പോകൂ. അവിടെ ചെന്ന് എണ്ണ വിൽക്കുന്നവരുണ്ട്, എണ്ണ കച്ചവടം ചെയ്യുന്ന എണ്ണ കടയുണ്ട്. അവിടെ ചെന്ന് ദൂരത്ത് പോയി എണ്ണ വാങ്ങണം. രാത്രിയിൽ അവർ എണ്ണ വാങ്ങാൻ വേണ്ടി 5 പേര് പുറപ്പെട്ടു. 5 പേരുടെ വെയിറ്റിംഗ് ആണ്. ഹല്ലേലൂയ. അർദ്ധരാത്രിയിലാണ് എണ്ണ വാങ്ങാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം ചെയ്യുമ്പോൾ എല്ലാം നേരത്തെ അറേഞ്ച്മെന്റ് ചെയ്യണം. ഹല്ലേലൂയ. ഒരുങ്ങണം എല്ലാം ഒരുങ്ങണം. എല്ലാം ആമേ സമയമാകുമ്പോൾ അതില്ല, ഇതില്ല, അത് കണ്ടില്ല, ഇത് കണ്ടില്ല ഒന്നും പറയും. എല്ലാ ശ്രദ്ധയോടെ അതിനെ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എന്നെ സഹായിക്കണം. എൻ്റെ കുറവ് എവിടെയെങ്കിലും ആമേ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ, എവിടെയെങ്കിലും കുറവുകൾ വരുമോ, എവിടെയെങ്കിലും തടസ്സങ്ങൾ വരുമോ, ആമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരുങ്ങണം. നിങ്ങളെ കുടുംബത്തിനകത്ത് ഒരു വിവാഹം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞവർക്കായി സ്തോത്രം. ആമേ, ഹല്ലേലൂയ. ഇനി വിവാഹം നടക്കാൻ പോകുന്നവരടുത്ത് പറയാ, നിങ്ങൾ വിവാഹം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ഒരുങ്ങി ആദ്യം ആത്മാവിൽ ഒരുങ്ങണം.
നിങ്ങൾ ആത്മാവിൽ ഒരുങ്ങണം, നിങ്ങൾ പ്രാർത്ഥനയിൽ ഒരുങ്ങണം, കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. നിങ്ങൾ ഏത് ഫംഗ്ഷൻ വരുമ്പോഴും ഒരുങ്ങണം. നമ്മൾ മറ്റുള്ള ആത്മീയ ജീവിതം വിട്ട് ഭൗതികത്തിൽ നോക്കുമ്പോൾ, ഇന്ന് ഭൗതികത്തിൽ നോക്കുമ്പോൾ കല്യാണത്തിന് പോകാൻ നല്ല ഒരുക്കമാണ്, നല്ല വസ്ത്രം ധരിക്കും, ഏറ്റവും നല്ല മോടി എടുക്കും, ഏറ്റവും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് കണ്ട കല്യാണ പെണ്ണ് പോലെ തോറ്റുപോകും. കണ്ട കല്യാണ പെണ്ണ് പോലെ തോറ്റുപോകും നിപ്പ് കണ്ടു കഴിഞ്ഞാൽ. ആത്മീയയിൽ നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചത്ത് കുത്തിയതുപോലെ, എന്തോ നഷ്ടപ്പെട്ടത് പോലെ ആ ഒരു ഇരിപ്പ. ചോദിക്കും, നടക്കണത് മോളെ കല്യാണമാണോ അമ്മേരെ കല്യാണമാണോ? പക്ഷെ അവിടെ പറയും, വിളിച്ചു പറയും അമ്മ ആരാണെന്ന്, മോളാണെന്ന് പറയും. പക്ഷെ ആത്മീയയിൽ വരുമ്പോ അമ്മയും അല്ല മോളും അല്ല. എണ്ണ ഇല്ല. ആരാധന സമയമെന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന സമയമെന്ന് പറയുമ്പോൾ തലേ സമയം ഒരുങ്ങണം. നേരത്തെ നമ്മൾ ഒരുങ്ങി തയ്യാറെടുക്കണം. എനിക്ക് ആലയത്തിൽ പോകണം, കൃത്യസമയത്ത് പോകണം, എനിക്ക് പ്രാർത്ഥനയിൽ തുടക്കം തൊട്ടേ വേണം, കർത്താവ് വരുന്ന മുമ്പേ ഞാൻ അവിടെ എത്തണം, ഒരാത്മഭാരം നിനക്ക് ഉണ്ടാവണം. ആമേ ഹല്ലേലൂയ. ഇവിടെ വന്നിട്ടല്ല സമയം ചോദിക്കുന്നത്, ഇന്ന് ഇത്ര മണിക്കായിരുന്നു എന്നല്ല, നമുക്ക് കൃത്യം ടൈം അറിയാം. ആമേ, അതിനു വേണ്ടി നമ്മൾ വില കൊടുത്ത് നമ്മൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലൊരു അനുഗ്രഹം നമുക്കുണ്ട് ദൈവമേ. ആമേ, മത്തായി സുവിശേഷം അതിൻ്റെ 25-5 വാക്യത്തിൽ വായിച്ചിട്ടുപോ നമുക്കറിയാം നമ്മൾ ഉണർന്നിരിപ്പൻ. എന്നാൽ 1 തെസ്സലോനിക്കർ അതിൻ്റെ 5-6 വാക്യം, 1 തെസ്സലോനിക്കർ 5-6 വാക്യം. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധമായിരിക്കുക. നമ്മൾ ആദ്യം കർത്താവിനെ സ്വീകരിക്കുമോ, ഉണർന്ന് സുബോധമായിരിക്കണം. നിനക്ക് സുബോധമുണ്ടായിരിക്കണം. ദൈവസന്നിധിയിലാണ് ഇരിക്കുന്ന സുബോധത്തോടെ ഉണർന്ന് ആമേ ഹലെ ശേഷമുള്ള പോലെ ഉറങ്ങാതെ ഉണർന്ന് സുബോധം. കർത്താവ് ഏത് സെക്കൻഡിലാണ് വരുന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം. അതിനുവേണ്ടി മനസ്സിനകത്ത് ആത്മഭാരം ഉണ്ടാവണം. ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തിനകത്ത് നിന്റെ കർത്താവിന് വേണ്ടി ഒരു പ്രതീക്ഷ, എൻ്റെ യേശുവിനെ എനിക്ക് യേശുവിനെ കാണുവാൻ ഒരു പ്രതീക്ഷ നീ വെക്കണം. നിനക്കൊരു പ്രത്യാശ നിനക്കുണ്ടാവണം. ഹല്ലേലൂയ. അത് നിന്ന് നോക്കുമ്പോൾ 1 തെസ്സലോനിക്കർ 4-16 വാക്യം. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഒന്നുകൂടെ വായിക്കാം. കർത്താവ് തൻ ഗംഭീരനാദത്തോട്, കാഹളധ്വനിയോടാണ്, ഗംഭീരനാദത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോട് കൂടെ സ്വർഗ്ഗത്തിൽ നിന്നും ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ മത്തായി സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വായിക്കുമ്പോൾ അവിടെ പറയുന്ന വീണ്ടും ലൂക്കോസ് സുവിശേഷം നിന്ന് വായിക്കാം 12-35 വാക്യം. ലൂക്കോസ് സുവിശേഷം 12-35 വാക്യം. നിങ്ങളുടെ അരക്കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ അര ഒന്ന് കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കും. വിളക്ക് അര ഒന്ന് ഇരിക്കുമ്പോൾ ഒരു നല്ലൊരു ഉറപ്പുണ്ടായിരിക്കണം. അര ഒന്ന് നല്ല കെട്ടണം, സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നുള്ളൊരു ഉത്തമ ബോധ്യം വേണം. അര ഒന്ന് നല്ല പോലെ ഇരുത്തി അങ്ങ് ഇരിക്കണം. ഈ ചെയറിൽ ഇരിക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലാണല്ലോ ഇരിക്കുന്നൊരു ഉറപ്പ് ആദ്യം ഉറപ്പിക്കുകയും വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. വിളക്ക് കത്തുന്ന അനുഭവമായിരിക്കണം, കത്താതെ പോകരുത്. വിളക്ക് കത്താതെ പോകരുത്, കത്തിക്കൊണ്ടിരിക്കണം എന്നാണ്. പ്രാർത്ഥനയാൽ
വിളക്ക് കത്തുന്ന അനുഭവത്തിലേക്ക് അണഞ്ഞു പോകുന്ന വിളക്കായിട്ടല്ല, കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം. എങ്ങനെയാണെങ്കിൽ വിളക്ക് കത്തണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? 1 പ്രാർത്ഥന ഉണ്ടായിരിക്കണം, 2 ഉപവാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ വിളക്ക് കത്തുകയുള്ളൂ. നിങ്ങളൊക്കെ എണ്ണ, ഏതെണ്ണ? പരിശുദ്ധാത്മാവെന്നുള്ള എണ്ണ നമ്മുടെ ഹൃദയത്തിനകത്ത് വേണം. ആമേ. ഇന്ന് പറയും, അയ്യോ ഞാൻ വീട്ടിൽ ചെന്ന് വിളക്കെടുക്കാം, എണ്ണ വാങ്ങിക്കാം, ഇന്ന് വന്ന് നിലവിളക്ക് കത്തിക്കാം. നിങ്ങൾ കാണുന്ന നിലവിളക്കും എണ്ണയിലല്ല. ഇന്ന് ആത്മാവിൽ പറയുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് എണ്ണയാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്ന എണ്ണയാണ്. ഹലിൻ്റെ ഹൃദയം വിളക്കായി ആ വിളക്കിനകത്ത് എണ്ണ നിറയത്തക്ക വണ്ണം, കെട്ടുപോകാതെ വണ്ണം കത്തിക്കൊണ്ടിരിക്കണം. എണ്ണയില്ലാതെ പോകരുത്. നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറായി നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ഭൗതിക കാര്യത്തിനെക്കാട്ടിലും ആത്മീയ കാര്യത്തിന്. ഇപ്പോൾ വിശുദ്ധ ആരാധന നടക്കുന്നു, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ നേരെ ആത്മീയ ആരാധന വിട്ടുപോയി മറ്റൊരു കാര്യത്തിന് പോകും. അതുകൊണ്ട് പലപ്പോഴും പറയുന്നു, ആരാധന വിട്ട് കളിക്കരുത്, ആരാധന വിട്ട് കല്യാണം നടത്തരുത്, ആരാധന വിട്ട് നിശ്ചയിപ്പിന് പോകരുത്, ആരാധന വിട്ട് ഒരു കാര്യത്തിന് പോകരുത്. ഇടപാടിന് വാങ്ങൽ കൊടുക്കൽ ഒന്നാം. ആരാധന ഉണർന്നിരിക്കണം. എപ്പോഴും ആത്മീയ ജീവിതത്തിൽ ഉണർന്നിരിക്കണം. നിങ്ങൾ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഹല്ലേലൂയ. ഏറ്റവും 1-ാം സ്ഥാനം. ദൈവത്തെ വിട്ടുള്ള കളി വേണ്ട. പറച്ചിലല്ല കാര്യം, പ്രവൃത്തിയിലായിരിക്കണം. പറയുന്നതിലല്ല കാര്യം, പ്രവൃത്തിയിലായിരുന്നാൽ മാത്രമേ നമ്മുടെ എണ്ണ നഷ്ടപ്പെടാതിരിക്കത്തുള്ളൂ. എല്ലാവരും പറയും, ഞങ്ങളെല്ലാവരും നിൽക്കും, എല്ലാവരും നിൽക്കും, എല്ലാവരും നിൽക്കും, എല്ലാവരും കാണും, എല്ലാവരും കാണും. ഈ പറയുന്നവരൊക്കെ ആദ്യം ഓടും. ഹല്ലേലൂയ. പറയുന്നവരെല്ലാവരും ഓടും. പക്ഷെ പറയാൻ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്, അവർ അവസാനത്തോളം നിൽക്കും, അവസാനത്തോളം നിൽക്കും. ആമേ. എണ്ണ എടുക്കുമ്പോൾ ഹല്ലേലൂയ, നിന്റെ ദൈവസന്നിധിയിൽ അവസാനത്തോളം വിടാതിരിക്കുക. ഈ ലോകത്തിൻ്റെ പ്രലോഭനത്തിൽ സാത്താൻ നിന്നെ തള്ളിടാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ആമേ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഒരുങ്ങി തയ്യാറായിരിക്കണം, ഒരുങ്ങി തയ്യാറെടുക്കണം. ഹല്ലേലൂയ. ശത്രു എവിടെയാണോ തള്ളിയിടുന്നത്, ആമേ, നമ്മൾ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കും. എങ്ങനെയായിരിക്കണം ആത്മീയ ജീവിതം? പ്രാവിനെ പോലെ, ആമേ, പാമ്പിനെ പോലെ ബുദ്ധിയോ പ്രാവിനെ പോലെ നിഷ്കളങ്കമായിരിക്കണം. നമ്മൾ വായിച്ച ഭാഗത്തേക്ക് വരാം. ആ എണ്ണയുടെ ഭാഗത്തേക്ക് പറഞ്ഞു, എണ്ണ വിൽക്കുന്നിടത്തേക്ക് നീ പോവുക, അവിടെ ചെന്ന് എണ്ണ വാങ്ങുക എന്ന് പറഞ്ഞു. എന്നാൽ ഈ 5 പേര് വളരെ പ്രതീക്ഷയോടെ ആ കാഹളധ്വനി കേട്ടപ്പോൾ വിളക്കുകളെല്ലാം തെളിച്ച് അവർ മണവാളനെ എതിരേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഞാൻ ഇന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കുക എത്രമാത്രം ഒരുങ്ങിയിട്ടുണ്ട്? 2024 സ്വീകരിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ 2023 യേശു വന്നില്ല എങ്കിൽ, എന്നാൽ അല്പസമയം കൂടെ ഉണ്ട് കേട്ടോ, അല്പമണിക്കൂറുണ്ട്. പക്ഷേ 2023 യേശു വന്നില്ല എങ്കിൽ 2024 യേശു വരുമെന്ന് എത്രമാത്രം ഒരുങ്ങിയിരിക്കും, നിങ്ങൾ എത്രമാത്രം ഒരുങ്ങി തയ്യാറെടുത്തിരിക്കുമെന്ന് ആമേ നമുക്കൊന്ന് ആമേ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 2023 ഞാൻ കർത്താവിനോട് പ്രയോജനപ്പെട്ടില്ല, ഞാൻ അനുസരിച്ചില്ല, അനുസരണക്കേടുണ്ടായി, വഴിതെറ്റിപ്പോയി, വീണുപോയി. 2024 അപ്പാ നിന്റെ ഇഷ്ടത്തിലേക്ക് അനുസരിക്കുന്ന ഒരു ദൈവ പൈതലായി, നിന്റെ മകളായി, നിന്റെ മകനായി ജീവിക്കാം. 2024 ആയില്ല, നിങ്ങൾ ഇപ്പോഴേ തീരുമാനമെടുക്കണം. ഇത് അവസാനിക്കുക. ചില മണിക്കൂറുകൾ ശേഷിക്കുമ്പോൾ നിങ്ങൾ പറയണം, എൻ്റെ കർത്താവേ, ഞാൻ നിനക്ക് വേണ്ടി ഒരുങ്ങാം. എൻ്റെ കർത്താവിനോട് ഒരുക്കമുണ്ട്. നിങ്ങൾ ഒരുങ്ങണം, ആത്മാവിൽ ഒരുങ്ങണം, ആത്മാവിൽ ഒരുങ്ങണം, പ്രാർത്ഥിച്ച് ഒരുങ്ങണം. നിങ്ങൾ എണ്ണ എടുക്കണം. ഈ ലോകത്തിൻ്റെ ഭൗതിക എണ്ണയല്ല, ആത്മാവിലുള്ള എണ്ണ നിങ്ങൾ തയ്യാറെടുക്കണം. ആമേ പ്രാർത്ഥനയോടും ആമേ ആത്മീയയിൽ മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ എല്ലാവരും ബലപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ, ആമേ തളർന്ന് പോകാതെ കർത്താവിന്റെ വരവിൽ യേശു ദൈവം ആഗ്രഹിക്കുന്നു എല്ലാവരെയും ആമേ മണവാള സ്വീകരിക്കുവാൻ ലെറ്റർ അടിച്ച് തന്നിട്ടുണ്ട്. കല്യാണം വിളിക്കുമ്പോൾ എല്ലാവർക്കും ലെറ്റർ കൊടുക്കും അല്ലേ? ഒരു വിവാഹം നടക്കുമ്പോൾ എല്ലാവരെയും ക്ഷണിക്കും. അത് ചെറിയവരൊന്നുമില്ല, വലിയവരൊന്നുമില്ല. ചിലർ ആൾക്കാരെ നോക്കി വിളിക്കും. വലിയവർക്ക് ഇംഗ്ലീഷിൽ അടിച്ച വലിയ ലെറ്റർ, അന്ന് അവർക്ക് സ്റ്റാൻഡേർഡ് കൂടിയത്. ചിലവർക്ക് അറിവിടാത്തവർക്ക് സാധാരണ ലെറ്റർ ഇല്ല. അടിക്കുമ്പോൾ ഹല്ലേലൂയ, ലെറ്ററിന്റെ വലിപ്പം കുറഞ്ഞാലും ചെറുത് കുറഞ്ഞാലും ഹല്ലേലൂയ എല്ലാവരും ഒരുപോലെ ക്ഷണിക്കുക. ഹല്ലേലൂയ. ചിലരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇന്ന് ഒരു ലെറ്റർ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോയ സമയത്ത് ഒരു ലെറ്ററിന്റെ വില 1500 വില വരുന്ന ലെറ്റർ ഉണ്ട്. ഭയങ്കര കോടീശ്വരൻ്റെ ഒരു വിവാഹം നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ ആ ലെറ്റർ കണ്ട് കല്യാണം ആയില്ല, അപ്പോൾ ലെറ്റർ കൊണ്ട് കാണിച്ചു തന്നു. അത്രത്തോളം ഞാൻ ആദ്യമായിട്ട് അത്രയും ലെറ്ററാണെന്ന്. അപ്പോൾ ലെറ്ററിന് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ കല്യാണത്തിന് എല്ലാവരെയും ഒരുപോലെ തന്നെ വിളിക്കുന്നത്. ഹല്ലേലൂയ. ചിലർക്ക് ചെറിയ ലെറ്റർ വലിയ, എന്നാൽ എന്തായിക്കാലും കല്യാണത്തിന് ക്ഷണം എല്ലാം ഒരുപോലെയാണ്.
ദൈവം വിളിക്കുന്ന എല്ലാവരെയും ഒരുപോലെയാണ്. ദൈവമക്കളെ, മനുഷ്യൻ തന്നെയാണ്, നമ്മൾ തന്നെയാണ് മുമ്പിലോട്ട് പോകണോ ബാക്കിലോട്ട് പോകണോ, വിളക്കെടുക്കണോ എണ്ണ എടുക്കണോ. ദൈവം വിളിക്കുന്ന എല്ലാവരെയും ഒരുപോലെ വിളിക്കുന്നത് നമ്മൾ തന്നെയാണ്. നീ എടുക്കുന്ന വിളക്കിൽ എന്തുമാത്രം എണ്ണ എടുക്കണം, അല്ല വിളക്കെടുക്കുമ്പോൾ എണ്ണ എടുക്കണോ എടുക്കേണ്ടത് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്, ഓരോരുത്തർ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരാണ്. ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് മീഡിയയിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുന്നു. ഞാൻ എത്രമാത്രം എണ്ണ എടുക്കും, എത്രമാത്രം എണ്ണ എടുത്ത് ഉപയോഗിക്കപ്പെടും. പ്രാർത്ഥനയിൽ എണ്ണ ഉപയോഗിക്കുന്നുണ്ടോ? നിന്റെ ആത്മീയ പ്രാർത്ഥന എണ്ണ ഉപയോഗിക്കുന്നുണ്ടോ? ആത്മീയ പ്രാർത്ഥനയിൽ എത്രമാത്രം എണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? അതിനനുസരിച്ചായിരിക്കും അനുഗ്രഹം, അതിനനുസരിച്ച് അനുഗ്രഹം. മറക്കരുത്, എണ്ണ ഉപയോഗിക്കുന്ന അനുസരിച്ചായിരിക്കും ആമേൻ അനുഗ്രഹം. ഹല്ലേലൂയ. നിങ്ങൾ എണ്ണ പറയുമ്പോ നിങ്ങളെ വീട്ടിൽ എണ്ണ എടുത്തു കാണും അല്ലേ? കറിക്കൊക്കെ എണ്ണ ഇഷ്ടം പോലെ എണ്ണ കാണും. അല്ല, ആത്മീയുള്ള എണ്ണ, കെട്ടുപോകാത്ത എണ്ണ, നഷ്ടപ്പെടാത്ത എണ്ണ, ഇത് പുറത്ത് വിൽക്കുന്നു. എന്നാൽ ഇന്നിവിടെ എണ്ണ വാങ്ങാൻ വേണ്ടി ഇവർ കൊടുത്ത് 5 പേര് എണ്ണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു, ഇത് നിങ്ങൾക്കും പോരാ ഞങ്ങൾക്കും പോരാ, നമ്മൾ 2 കൂട്ടരും വഴിയിൽ വീഴും. നിങ്ങൾക്കും തീരാതെ വരും, തികയാതെ വരും, ഞങ്ങൾക്ക് തികയാതെ വരും. അതുകൊണ്ട് എണ്ണ വിൽക്കുന്നിടത്ത് അടുക്കലേക്ക് പോയി വാങ്ങിക്കൊള്ളുവിൻ. 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ വാങ്ങിക്കൊള്ളുവിൻ എന്നുത്തരം പറഞ്ഞു. 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവർ വാങ്ങുവാൻ പോയപ്പോൾ, നോക്കിക്കോളാം, അതുവരെയും കുഴപ്പമില്ല. വാങ്ങുവാൻ അർദ്ധരാത്രി സമയത്ത് കാളം കേട്ടു, ആ ടൈമിൽ എണ്ണ ചോദിക്കുന്നു, എണ്ണ കിട്ടിയില്ല. അവർ വാങ്ങാൻ വേണ്ടി ആ ടൈമിലേക്ക് പുറപ്പെട്ടപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. ഒരുങ്ങിയിരുന്നവർ കല്യാണ സദ്യയിൽ ചെന്നു. ഒരുങ്ങിയിരുന്നവർ, ദൈവമക്കളെ, ഒരുങ്ങിയിരുന്നവരെ കല്യാണ സദ്യയിൽ പ്രവേശിക്കാൻ പറ്റും. മണവാളൻ വന്നു, വിളിച്ചു. അപ്പോ എണ്ണയുള്ളവർ, വിളക്ക് തെളിച്ചവർ 10 വരെ ആക്കി വെച്ചില്ലേ? കർത്താവ് 10 വരെ വിളിച്ച് വേർതിരിച്ചില്ലയോ? ഇന്ന് 10 വരെ വിളിച്ച് വേർതിരിച്ചയിൽ 5 പേർ വഴിയിൽ വെച്ച് അവർ വീണുപോയില്ലയോ? അവർ എണ്ണ വാങ്ങുവാൻ വേണ്ടി യാത്ര പുറപ്പെട്ടപ്പോൾ ആ ടൈമിലായിരിക്കും കർത്താവ് വരുന്നത്. എന്നാൽ നമ്മുടെ ആത്മജീവിതത്തിൽ നമ്മൾ വളരെ ഒരുക്കമുണ്ടായിരിക്കണം. 2023 പോയതുപോലെ 24 കൊണ്ടുപോകാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. 2023 പോയതുപോലെ ഒരിക്കലും കൊണ്ടുപോകും. അല്ല, തലാട്ടുകയാണ്. ഉപവാസത്തിന് വരൂല്ല, പ്രാർത്ഥനയിൽ പങ്കെടുക്കൂല, തിരുവത്താഴം എടുക്കൂല. എത്ര പേര് തിരുവത്താഴം എടുക്കും? 2024 എത്ര പേര് ആത്മ തിരുവത്താഴം എടുക്കുമെന്ന് പറയുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞ്. 2024 അതാണ് സത്യ, കല്യാണ സത്യത. എത്ര പേര് പറയും? എത്ര പേർക്ക് ചങ്കുറപ്പുണ്ട് പറയുവാൻ? തിരുവത്താഴം അതാ സദ്യ. കർത്താവിനോട് സദ്യ കഴിക്കുക എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? 2024 ഇപ്പോഴേ പറയാ, ഞാൻ കർത്താവിനോട് സദ്യ കഴിക്കും. നിന്നെ സദ്യക്ക് ലെറ്റർ അടിച്ച് തരിക, ഇപ്പോഴേ ലെറ്റർ തരിക. എത്ര ഒരു സദ്യ കഴിക്കും എന്നുള്ളത് കരം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഞാൻ മണവാളനോട് സദ്യ കഴിക്കും, മണവാളനോട് സദ്യ കഴിക്കും. ഇതൊക്കെ പറയുമ്പോഴാണ് ഈ സദ്യക്ക് കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇത് മാത്രം പറയല്ലേ ബ്രദറെ, ഇത് മാത്രം പറയല്ലേ, ബാക്കി എന്ത് വേണോ പറഞ്ഞോ. യേശുവിൻ്റെ അടുത്ത് വന്നിരുന്ന് സദ്യ കഴിക്കണ കാര്യം മാത്രം പറയരുത്. അത് മാത്രം ഇല്ല. നിനക്ക് ഒരുമിച്ചിരിക്കുവാൻ കർത്താവ് മണവാളന്റെ അടുത്ത് മണവാട്ടിയായി നിന്നെ വിളിച്ചിരിക്കുമ്പോ നീ ഒരു മണവാട്ടിയായി മാറണം. 2023 മാറിയില്ല എങ്കിൽ 24 നിനക്ക് വേണ്ടി സ്വർഗം വേർതിരിച്ചതാണ്. അത് മറക്കരുത്. അതിനുവേണ്ടി കർത്താവേ, ഞാൻ ഒരുങ്ങുകയാണ്. എന്നെ തന്നെ ഒന്ന് കഴുകി കുറവുകളും ബലഹീനങ്ങളെ ഏറ്റുപറഞ്ഞ് ഈ ലോക ജഡീക സുഖങ്ങളെ വെറുത്തുകൊണ്ട് ദൈവത്തെ അധികമായി സ്നേഹിക്കുവാൻ, ദൈവത്തെ അധികമായി സ്നേഹിക്കുവാൻ, ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുവാൻ തയ്യാറാകുന്നവർക്കായി സ്തോത്രം ചെയ്യാണ്. അങ്ങനെ ഉള്ളവർക്കാണ് 2024 ദൂത്. അനുസരിക്കുന്നവർക്കാ. ഇത്ര കയറിപ്പോണെന്ന് എനിക്കറിയാം, ഇത്ര കയറിപ്പോണെന്ന് അറിയാം. ദൈവാത്മാവിനോട് പറയിക്കുക, ഇത്ര കയറിപ്പോണെന്ന് എനിക്കറിയാം.
എന്നോട് ക്ഷമിക്ക്. ദൈവം എന്നോട് പറയുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അടുത്ത് പറയുന്നു, അനുസരിക്കുന്നവർക്ക് അടുത്ത് 24 രാത്രി ആവുമ്പോ പ്രോമിസ് കാർഡ് തരുന്നത്. ഹല്ലേലൂയ. അവർക്ക് ആ വാഗ്ദത്ത വചനം അടിച്ചിരുന്നത്. അവർക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് ആ വാഗ്ദത്ത വചനം. എല്ലാവർക്കും വാഗ്ദത്ത വചനം കിട്ടും. ഈ വർഷം എനിക്ക് വാഗ്ദത്ത വചനം കിട്ടി. എല്ലാവരുടെ കയ്യിലും ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കിട്ടും. പക്ഷേ എത്ര അനുഗ്രഹം പ്രാപിക്കും വാഗ്ദത്ത വചനം? ആമേ, എത്ര ഒരു അനുഗ്രഹം പ്രാപിക്കും. എനിക്ക് ഈ വർഷം തന്ന വാഗ്ദത്ത വചനം ഞാൻ രാത്രി പ്രസംഗിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാം. ഈ വർഷം എനിക്ക് തന്ന വാഗ്ദത്ത വചനം എന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും അനുഗ്രഹം പ്രാപിച്ചതാണ്. ദൈവം വചനം എല്ലാവർക്കും കിട്ടും. വിളക്ക് എല്ലാവരും എടുക്കും. വിളക്കെല്ലാവരും എത്ര ഒരു വിളക്ക് തെളിക്കും? എത്ര പേര്? ഈ വിളക്ക് തെളിച്ച ഒരാൾ ഞാനാ. എനിക്ക് എന്ന വാഗ്ദത്ത വചനം, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. എന്റെ വാഗ്ദത്ത വചനമാ. ഇതെനിക്ക് ഒഫീഷ്യലായി സഭയിൽ നിന്ന് കിട്ടിയതാ. സഭയിലെ ദൂതല്ല, എൻ്റെ വ്യക്തിപരമായുള്ള ദൂത. ഞാൻ ഇന്നാണിത് പബ്ലിസിറ്റി ചെയ്യുന്നത്. അതില് സങ്കീർത്തനം 125 2-ാമത്തെ വാക്യം. സങ്കീർത്തനം ഇതെന്റെ പേഴ്സിനകത്ത് ഇന്നലെ വരെയും പേഴ്സിനകത്തിരുന്നു. ആമേ, ഞാൻ പ്രതികൂലത്തിന്റെ മധ്യ പോകുമ്പോൾ ഇതെടുത്ത് വായിക്കും. യഹോവ എന്നെ ചുറ്റിയിരിക്കും. യഹോവ എന്നെ ചുറ്റിയിരിക്കും. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ചുറ്റിയിരിക്കും. അപകടം വരാതെ ചുറ്റിപ്പിടിച്ചിരിക്കും. ആമേ, യാത് പ്രതികൂലത്തിന്റെ മധ്യമോ യഹോവ ചുറ്റിയിരിക്കും. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. അവന്റെ ദയ കൊണ്ട്, കരുണ കൊണ്ട്, കരം കൊണ്ട്. ഈ വർഷം നടന്ന ദൂത, ഈ കഴിഞ്ഞ ആഴ്ച പ്രതികൂലത്തിന്റെ മധ്യ ഞാൻ കടന്നുപോയപ്പോ എന്റെ ദൈവം എന്നെ ദയ കൊണ്ട് ചുറ്റിയിരുന്നു. എനിക്കെതിരായിട്ട് ആമേ ഒരു നാക്ക് പോലും ഉയർത്താൻ കഴിയാതെ ഞാൻ എന്ത് പ്രാർത്ഥിച്ചോ അത് തന്നെ സംഭവിച്ചു. ഞാൻ എന്താണോ ദൈവത്തിനോട്, കർത്താവേ എനിക്കെതിരായിട്ട് ഇന്ന വ്യക്തി വാ തുറക്കരുത്, അത് തന്നെയാണ് ഞാൻ എന്താണോ പറഞ്ഞത് ദൈവം ഇടപെട്ടു. ആമേ, ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന വാഗ്ദത്ത വചനം അത് ജീവിതത്തിൽ സംഭവിക്കണം. ഹല്ലേലൂയ. അല്ല ചുമ്മാ എടുത്തു വെച്ച് പേഴ്സിനകത്ത് വെച്ച് ബൈബിളിനകത്ത് വെച്ച് കൊണ്ടുപോകുന്നതല്ല. വാഗ്ദത്ത വചനം എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത് പേഴ്സിനകത്തോ ബൈബിളിനകത്ത് വെച്ചിട്ട് വല്ലപ്പോഴേക്കും എടുത്ത് നോക്കാം. കൊള്ളാം, 3D ആണ്, കൊള്ളാം, നല്ല മിനുക്കൊക്കെ ഉണ്ട്. അല്ല, ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ഈ വചനം നടക്കണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്ക് എടുക്കുന്ന വചനം നടക്കണം വ്യക്തിപരമായി. സഭയ്ക്കുള്ള ദൂത് വേറെ, സഭയ്ക്കുള്ള ദൂത് വേറെ. വ്യക്തിപരമായുള്ള ദൂത് നിങ്ങളുടെ മേൽ നടക്കണ്ടേ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നേ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം. യേശുവിനോടൊരു സദ്യ കഴിക്കണ്ടേ? മണവാളന് വരുമ്പോ ആമേ മണവാട്ടിയാ നീ ഒരുങ്ങി. ആമേ മണവാളന്റെ ആ മണിയറയിലേക്ക് കയറുവാൻ നീ ഒരുങ്ങണം. ഹല്ലേലൂയ. ഒരു ഒരുക്കമുണ്ടാകണം. നിങ്ങൾ ഒരുങ്ങിയില്ല എങ്കിൽ പറയും നിങ്ങളുടെ കുറവുകളും പാവങ്ങളും നേറ്റ് പറയാത്തോണ്ടാണ്. പലരും പറയും എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുങ്ങാത്തത്? ബ്രദറെ, കാര്യങ്ങളൊക്കെ ശരിയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ ശരിയാണ്, പക്ഷെ അത് മാത്രം പറയല്ലേ. എനിക്കത് മാത്രമേ പറയാനുള്ളൂ, എനിക്കത് മാത്രമേ പ്രസംഗിക്കാനുള്ളൂ. കാര്യം എന്താണ്? ഒരു ലെറ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സദ്യയ്ക്ക് ഞാൻ വിളിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം നിങ്ങൾ എല്ലാ ഫംഗ്ഷൻ ഇത്രയും ആഹാരമൊക്കെ എല്ലാം റെഡി ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് നിങ്ങൾ വന്നില്ലെങ്കിൽ എനിക്ക് വിഷമാവൂലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച കരമെടുത്ത് ഉയർത്തിയില്ലേ? നിങ്ങൾ എത്ര പേര് വരും? കരം ഉയർത്തിയില്ലേ? കാര്യം എന്താണ്? നമ്മൾ ഇത്ര പേർക്കുള്ള ഫുഡ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. വന്നില്ല എങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. ഒരു കല്യാണം അറേഞ്ച് ചെയ്യാണ്. കല്യാണം ചെയ്തിട്ട് നമ്മൾ അല്ല 1000 പേര് വരും. ഇപ്പം നമ്മളൊരു കല്യാണം നമ്മുടെ പിതാവിൻ്റെ കല്യാണം നടന്നു, മകൻ്റെ കല്യാണം വിവാഹം നടന്നു. അതുപോലെ അടുത്തൊരു വിവാഹം നമുക്ക് നടക്കുമ്പോൾ നമ്മൾ ഇത്ര പേർക്കെന്ന് പറഞ്ഞ് എല്ലാ ലെറ്റർ അടിക്കും അല്ലേ? ലെറ്റർ അടിച്ചിട്ട് ഇത്ര പേർക്ക് ആഹാരം ഉണ്ടാക്കും. നിങ്ങൾ 500 പേർക്ക് ലെറ്റർ അടിച്ചിട്ട് നിങ്ങൾ വന്നത് 100 പേരാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ 500 പേർക്ക് ലെറ്റർ അടിച്ചിട്ട് നിങ്ങൾ 500 പേർക്കുള്ള സദ്യ ഉണ്ടാക്കി വെച്ചോ, 500 പേർക്കുള്ള ആഹാരം ഉണ്ടാക്കി വെച്ചു. വന്നത് 100 വരെ വന്നുള്ളൂ. 100 പേര് വന്നിട്ടുണ്ടെങ്കിൽ ലോകം അപരാധം പറയും. നിന്റെ കയ്യിരിപ്പ് കൊണ്ട് തന്നെ വരാത്തത്. അങ്ങനെ തന്നെ വരാത്തെന്താ? പലരും വിളിക്കും, അവിടെയൊക്കെ പോയി നമുക്ക് ശരി, അവൾ പറയും വേറെ നമ്മളെ വിളിച്ചോ, നമ്മളെ വേണമെന്ന് പറഞ്ഞ് വിളിച്ചതൊന്നുമല്ല. 500 പേർക്ക് ലെറ്റർ കൊടുത്തു, 100 വരെ വന്നോളൂ. 400 പേർക്കുള്ള ആഹാരം വേസ്റ്റ് വരുമ്പോൾ നിങ്ങൾ പറയും കുഴപ്പമില്ല, ഞാനും എൻ്റെ മക്കളോടെ തിന്ന് തീർക്കും. എത്ര തിന്ന് തീർക്കും? എത്രയെന്ന് പറഞ്ഞ് തിന്ന് തീർക്കും?
അടുത്ത അയൽവാസിയേക്കാൾ കൊടുത്താലും തീരത്തില്ല. വേസ്റ്റ് വരുമ്പോൾ മനസ്സിലാക്കണം, എവിടെയോ ഒരു വീഴ്ച വന്നിട്ടുണ്ട്, എവിടെയോ ഒരു പരാജയം വന്നിട്ടുണ്ട്, എവിടെയോ ഒരു പരാജയം വന്നിട്ടുണ്ട്. അതാ സ്വർഗം തട്ടി ഉണർത്തുന്നത്. ഒരു പരാജയം വരാതിരിക്കുവാനാ. ദൈവ പൈതലെ, നിനക്കൊരു പരാജയം വരാതിരിക്കുവാനാ ഇന്ന് വചനം വെളിപ്പെടുന്നത്. പരാജയം വരരുത്. കർത്താവ് വരുന്ന സമയത്ത് മണവാളൻ വരുമ്പോ മണവാട്ടി വിളിയേക്കണം. ഒരു പ്രതീക്ഷയോടെ അന്ന് ഉറങ്ങിക്കിടക്കരുത്. ആ ഉറക്കമെല്ലാം ഉണർന്ന് ആമേ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആ വിളി കേൾക്കുവാൻ ചെവികൾ കോർത്തിരിക്കണം. എപ്പോഴും ഒരു ചെവി എവിടെ ഇരിക്കണം? ദൈവത്തിന് കൊടുക്കണം. ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തോടിരിക്കണം. ഇന്ന് മാനുഷ്യമായ ചിന്തയോടെ ഇരിക്കരുത്. കർത്താവേ, എന്നോടൊന്ന് സംസാരിക്കണമേ, ദൈവമേ എന്നോടൊന്ന് ഇടപെടണമേ, എൻ്റെ യേശുവേ എന്നോട് ഇടപെടണമേ. ഇന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. നീ വേദനയുടെ നടുവില്, രോഗത്തിന്റെ നടുവില്, കഷ്ടയുടെ നടുവിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ആത്മാവിൽ പറയുന്നു, എൻ്റെ യേശുവിനോട് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇന്ന് എത്ര പേർക്ക് നിലവിളിക്കാൻ പറ്റുമോ? എന്നോടൊന്ന് ആഴത്തിൽ ഇടപെടണമേ, ആഴത്തിൽ ഇടപെടണമേ, ആഴത്തിൽ ഇടപെടണമേ. പ്രാർത്ഥിച്ചൊരുങ്ങുവാൻ തളർന്ന് കിടക്കുന്നവരെ, വീണ് കിടക്കുന്നവരെ, നീ ആ കിടപ്പിൽ അങ്ങനെയല്ല, ഒന്ന് എഴുന്നേറ്റ് വരണം, ഒന്ന് എഴുന്നേൽക്കണം. നിങ്ങൾ എഴുന്നേൽക്കണം, ഉറക്കം ഉണരണം, വിളക്കെടുക്കണം. ഹല്ലേലൂയ. ഇത് 5 പേര് എങ്ങോട്ട് പോയി? എണ്ണ വാങ്ങുന്ന സമയത്ത് 5 പേര്, മനസ്സിലായോ? എണ്ണ വിൽക്കുന്നിടത്ത് പോയപ്പോൾ അടുത്ത 5 പേരേ ഉള്ളൂ. ഇവിടെ 5 പേരേ ഉള്ളൂ. മനസ്സിലാക്കണം. ഈ 5 പേര് ഇവിടെ നിൽക്കുമ്പോൾ 5 പേര് എണ്ണ വാങ്ങാൻ വേണ്ടി പോയി. നിങ്ങൾ ആരെ കൂട്ടത്തിലായിരിക്കും? ഞാൻ ചോദിക്കട്ടെ, എണ്ണ വാങ്ങാൻ പോയവരുടെ കൂട്ടത്തിലാണോ? എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, എണ്ണ വാങ്ങാൻ പോയവരുടെ കൂട്ടത്തിലാണോ? എണ്ണയായിട്ട് നിൽക്കുന്നവരുടെ കൂട്ടത്തിലാണോ? എല്ലാവർക്കും പറയാനൊരു ഉറപ്പ് കിട്ടുന്നില്ല. ആത്മാർത്ഥമായിട്ട് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എണ്ണ ഉള്ളവരുടെ കൂട്ടത്തിലാണോ? എൻ്റെ ക്വസ്റ്റ്യൻ. എണ്ണ ഇല്ല, ആമേ, ഞാൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ് ബ്രദറെ, എന്നെ ഒന്ന് നേരത്തെ വിടണേ, എനിക്കൊന്ന് നേരത്തെ വിടണേ. കുടുംബശ്രീ ഉണ്ട് കേട്ടോ, വൈകുന്നേരം പരിപാടിയൊക്കെ ഉണ്ട്, കലാപരിപാടിയൊക്കെ ഉണ്ട്, എന്നെ നേരത്തെ വിടണമേ. നിന്റെ ഈ കുണ്ടായ്പ പരിപാടിക്ക് പോകുമ്പോഴും കഴിഞ്ഞ പറഞ്ഞു, എന്തോ അവിടെ കൊടുക്കണം. എന്തോ കൊടുക്കുന്നു? വീട് കൊടുക്കണം. ആ ശരി, കിട്ടിയോ സിസ്റ്ററെ? കിട്ടിയോ? കാണാൻ പോലും പറ്റിയില്ല. ഞാൻ മാക്സിമം തള്ളി. എങ്ങനെ തള്ളി? തല മാത്രം പോയി, ഉടൽ ഇങ്ങോട്ടും. ഈ കോഴിക്കൂട്ടില് കോഴിയെ പിടിക്കാൻ വേണ്ടി കുറുക്കമ്മ തള്ളിയ പോലെ തള്ളി. തള്ളാനൊക്കെ പറ്റൂ. ഈ ലോകത്തിന്റെ ഭൗതികത്തിലൊക്കെ തള്ളാനേ പറ്റൂ. ഇവിടെ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സ്വർഗം വിചാരിക്കണം. എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ സ്വർഗം സംഭവിക്കണം. സ്വർഗത്തിലെ ദൈവം പറയണം. ദൈവം പറയാതെ അതിനെന്ത് വേണം? അതിനൊരു ഉറപ്പ് ഹൃദയത്തിനകത്ത് വേണം. അതിനകത്ത് ഒരു ഉറപ്പ് വേണം. ജോലി കിട്ടൂല എന്ന് പറഞ്ഞ് ഒരു വിശ്വാസിയായത്, നേരത്തെ ചർച്ച കൊണ്ടൊരു വിശ്വാസിയാ, എന്നിട്ട് പറഞ്ഞ് ജോലി കിട്ടത്തില്ല. ഏത് ജോലിയാ? ഗവൺമെന്റ് ജോലി കിട്ടത്തില്ല. പരിശുദ്ധാൽ പറഞ്ഞു തരും. 31 അവസാനിക്കുമ്പോ ജോലി കയറ്റും. 31 ആവുമ്പോ 2 ദിവസം കയറ്റിയിരിക്കും. നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പുണ്ടാകണം. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിനോടൊരു ഉറപ്പുണ്ടാവണം. നിങ്ങൾ ഏത് ജോലി ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ മാറ്റി വിട്ടു. ഒരാൾ ഇന്നലെ ജോലിക്ക് മാറ്റി വിട്ടിട്ട് പറയാണ്, എനിക്ക് ജോലി തരുമോ? ചോദിക്കണ്ട, എനിക്ക് ജോലി കിട്ടുമെന്നൊരു ഉറപ്പ് വേണം. ചോദിച്ച് നടക്കാനല്ല നടക്കുന്നത്, എനിക്ക് കിട്ടും. കാര്യം എന്താണ്? ഞാൻ സേവിക്കുന്ന ദൈവം വലിയവനാ. ഞാൻ സേവിക്കുന്ന ദൈവം വലിയവനായതുകൊണ്ട് ആമേ ചോദിച്ച് നടക്കുന്ന വ്യക്തിയായിട്ടല്ല, പ്രാപിക്കുന്ന വ്യക്തിയായിരിക്കണം. പ്രാപിക്കണം. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒരാളുണ്ടല്ലോ, എപ്പോഴും അറിയാലോ, ചിലപ്പോൾ എന്താ പറയും, ജോലിയില്ല കേട്ടോ, ഞാൻ ആരെയും വിളിക്കത്തില്ല. എൻ്റെ കൂടെ ഉള്ള ഒരാള് ആമേ ഹല്ലേലൂയ പറയും, ജോലിയുണ്ട് നിങ്ങൾ വിളിക്കോ? ഞാൻ വിളിക്കത്തില്ല. എന്ത് ചെയ്യും? ഞാൻ പ്രാർത്ഥിക്കും. കുറച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ജോലി വരും.
പ്രാർത്ഥിക്കുന്നവന് കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. അതാ മനുഷ്യന്റെ മുമ്പിലല്ല കൈ നീട്ടുന്നത്, ദൈവത്തിന്റെ മുമ്പിലാണ് കൈ നീട്ടുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 5 വരെ എണ്ണ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ചന്ദ്രിക ഉണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. ഗീതയും ഉണ്ട്, രമണിയും ഉണ്ട്, ലളിതയാണെങ്കിൽ ബാക്കിൽ നിന്നും പോണ്, അതിന്റെ ബാക്കിൽ നിന്നും പോണ്, ബ്യാവിയും പോണ്. ഇവിടത്തെ ബ്യാവിയും ലളിതയും ഗീതയൊന്നും അല്ല. തിരുവനന്തപുരത്തെ ഗീതയും ബ്യാവിയൊന്നും അല്ല. അങ്ങ് എറണാകുളം ജില്ലയിലുള്ളവരാ. ഞാൻ അവിടെ ഉള്ളവർക്കാ പറയണത്. ഇപ്പൊ അവിടെ നിന്നാ കൂടുതൽ കോണ്ടാക്ട് ഇപ്പൊ പറഞ്ഞത്. അല്ലെങ്കിൽ അവര് പോകുമ്പോ ഞാൻ നോക്കിയപ്പോ അവരൊക്കെ അങ്ങ് പോകുകയാണ്. രാത്രി സമയ യാത്ര. ഇവിടെ നോക്കിയപ്പോ ലിസി സിസ്റ്ററും നമ്മുടെ മുറിഞ്ഞ പാലത്തുള്ള അമ്മച്ചിയും പിന്നെ ആരാ, വെട്ടുകാട് ഗീതയും പിന്നെ ആരാ, പുഷ്പ വെള്ളറടയും, പിന്നെ ആരാ, ഇതിനിടെ വേറെ ആരുണ്ട്? 5 പേര് നിപ്പുണ്ട്. 5 പേര് 5 പേര് ഇവിടെ തന്നെ എണ്ണയും വിളക്കുമായിട്ടിരിക്കുക. അതാ ഉപവാസ പ്രാർത്ഥന. രാത്രി നടക്കുന്ന പ്രാർത്ഥനയില് 5 സ്ത്രീകളെ മാത്രമേ ഉള്ളൂ. അവര് എണ്ണ വാങ്ങിക്കാൻ പോയില്ല. ഇപ്പൊ നിങ്ങൾ പറയും, അല്ല നിങ്ങൾ പേര് പറഞ്ഞ പറഞ്ഞു, എന്റെ പേരുടെ പറ, നിങ്ങൾ പേര് പറഞ്ഞപ്പോഴേ നിങ്ങൾക്ക് ഹൃദയത്തെ പറഞ്ഞു, എണ്ണയുള്ള കൂട്ടത്തിലാണ് ഞാനും, എന്റെ പേരോട് ഒന്ന് പറ. എന്തൊരു വല്ല കുഴപ്പമുണ്ടോ? പറഞ്ഞൊരു കുഴപ്പമൊന്നും പറഞ്ഞേക്ക്, ചുമ്മാ ഒന്ന് കിടക്കട്ടെ. ചുമ്മാ കിടക്കാനല്ല വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ചുമ്മാ അങ്ങ് കയറി നിൽക്കാൻ പറ്റൂല. ഇതൊന്നും കല്യാണ സദ്യക്ക് ഒരുങ്ങണമെങ്കിൽ സദ്യക്ക് ഒരുക്കമുണ്ട്, മണവാളൻ മണവാട്ടിക്ക് ഒരുങ്ങുന്നുണ്ട്. ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ മണവാട്ടി ഭയങ്കര ഒരുക്കമായിരിക്കും. നിന്നെ സദ്യക്ക് വിളിക്കുന്ന മണവാട്ടി ആയിട്ടാ. നീ മണവാട്ടിയാ. ദൈവത്തിന്റെ ആരാ? നീ ദൈവത്തിന്റെ മണവാട്ടിയായി മാറണം. നീ ദൈവത്തിന്റെ മണവാട്ടിയായി മാറണം. ഇതിനകത്തിരുന്നുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മണവാട്ടിയാ, ഞാൻ ദൈവത്തിന്റെ പൈതലാ. കരം അടിച്ചു ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. ഞാൻ ദൈവത്തിന്റെ മണവാട്ടിയാ, ഞാൻ ദൈവത്തിന്റെ മകനാണ്. ദൈവത്തിന്റെ മണവാട്ടി ആവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹം ഇല്ല? നിങ്ങൾ പറയും വല്ല പട്ടാളക്കാരന്റെ ഭാര്യ ആവാൻ ഭയങ്കര ആഗ്രഹം, സെക്രട്ടേറിയറ്റ് ജോലിയുള്ളവന്റെ ഉദ്യോഗസ്ഥന്റെ ഭാര്യ ആവാൻ ഭയങ്കര ആഗ്രഹം, എഞ്ചിനീയർ ആവാൻ ഉള്ള അങ്ങനെ ഭാര്യ ആവാൻ ഭയങ്കര ഇതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ മേയർ, അല്ലെങ്കിൽ പറയും DGP. നിങ്ങൾ മനസ്സിലാഗ്രഹം അങ്ങനെ ഭാര്യയൊക്കെ. എന്റെ ഭർത്താവ് എന്താ അങ്ങനെ DGP ആണ്, അല്ലെങ്കിൽ പറയും CA ആണ്, അല്ലെങ്കിൽ SFI ആണ്, പലതും പറയും അല്ലേ. പല വാക്കുകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് പറയുവാൻ നിങ്ങളുടെ ആള് ആരെന്ന് ചോദിച്ചാൽ ഇന്ന ആളെന്ന് നിങ്ങൾ അഭിമാനത്തോടെ പറയും. പക്ഷെ അത് ഭൂമിയിൽ താൽക്കാലികമായ വേളി. ഇത് അടുത്തൊരു വേളി കഴിക്കുവാൻ അവൻ വേളി ഒഴിക്കുവാൻ വേളിക്കാനായി മണവാളൻ ഒരുങ്ങുന്നുണ്ട്. നീ മണവാട്ടിയാ, നീ ദൈവത്തിന്റെ മണവാട്ടിയാ. ഒരുങ്ങണം. ആദ്യം ഒരുങ്ങും മുമ്പേ ഒരു കാര്യം ഇവിടെ പറയാം. ഒരുങ്ങുന്ന മുമ്പേ ആദ്യം ചെയ്യേണ്ടത്, 2024 കയറുന്ന മുമ്പേ ആദ്യം ചെയ്യേണ്ടത്, ഇവിടത്തെ ഇത്രയും ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഒരു ഭാഗമുണ്ട്. ചിലർ പറയും കത്തിച്ചിട്ട് കത്തുന്നില്ല. പറഞ്ഞേ, നമ്മളവിടെ നാട്ടിൽ ഒരാൾ മരിച്ചു, തീയിൽ കൊണ്ടുവച്ചു. അപ്പോൾ നടന്ന സംഭവമാണ്. അപ്പോൾ തീയിൽ വെച്ചിട്ട് പറഞ്ഞു ഇത്രയും ഭാഗം എന്തില്ല. അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു,
അങ്ങേക്ക് സമാധാനമായിട്ട് മരിച്ചതല്ല. സ്വസ്ഥത വന്ന് ആഗ്രഹങ്ങൾ ഒരുപാട് തീരാതെ, ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കത്താത്തത്. അത് കത്തിയില്ലെങ്കിൽ ഇന്ന് പറയുന്നു കഴുകാത്തത്. നിന്റെ ആഗ്രഹം ഒരുപാട് കയറി, ആവശ്യമില്ലാത്തത് എവിടെയെങ്കിലും കയറ്റി ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകുവാൻ 24 നിന്നെ കൈ പിടിക്കുവാൻ ദൈവം കൈ പിടിക്കും. ആ കഴുകം ഒന്ന് ഏറ്റു പറഞ്ഞ്, നമ്മുടെ കുറവുകളെയും ബലഹീനതകളെയും ഏറ്റു പറഞ്ഞ് നീ വിളക്കെടുക്കുവാൻ തയ്യാറാകുമ്പോ പറ, ഇതിന് യോഗ്യനാണോ കർത്താവേ? ഞാൻ വിളക്കെടുക്കുവാൻ യോഗ്യനാണോ? ഒരു മാനസാന്തരത്തിലൂടെ തെറ്റുകളെ ഏറ്റു പറഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു കന്യ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശുദ്ധ ജനമായിട്ടാണ്. ഒരു വിശുദ്ധ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. നീ ഹൃദയശുദ്ധിന്റെ അകത്ത് ഇത്രയും ഭാഗം നന്നായിരുന്ന നീ ദൈവത്തെ കാണും. ഇത്രയും നന്നായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നാവും. കാലും നന്നാവും, കൈയും നന്നാവും, നിന്റെ തലയും നന്നാവും, ഇങ്ങനെ ചുണ്ടും നന്നാവും. ഈ പുറുപുറുപ്പൊക്കെ അങ്ങ് അവസാനിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും ഒന്ന് നന്നായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതൊക്കെ ഇട്ട് 2 കുത്ത്, ഇങ്ങനെ യവൻ 2 കുത്ത്, ഇതൊക്കെ അങ്ങ് നിർത്തുക. കാരണം അകം ഒന്ന് നന്നായി തുടങ്ങിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 24 കൈപിടിക്കുക, പണിതുകൊണ്ടിരിക്കുക. ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചു പറയുന്നു, നീ ആമേ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മണവാട്ടിയായി ഒരുങ്ങണം. മണവാട്ടി അതിനുവേണ്ടി തയ്യാറെടുക്കും. മണവാട്ടി അതിനു വേണ്ടി റെഡിയാകും. ഹല്ലേലൂയ. അപ്പോൾ 5 പേർ എണ്ണ വാങ്ങാൻ വേണ്ടി പോയി. എണ്ണ വിൽക്കുന്നിടത്ത് പോയപ്പോൾ 5 പേർ എണ്ണ ഉള്ളിടത്ത് നിൽക്കുക. ആ ടൈമിൽ മണവാളൻ വന്നു. വായിച്ചേ. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോട് കൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. ആമേൻ. ആ സമയം പോയ സമയം നോക്കിയിരുന്നു. നിങ്ങൾ പറയില്ലേ, ഞങ്ങൾ പോണ നോക്കിയിരുന്നു ഇവക്കെല്ലാം കൊടുക്കാൻ. ഞാൻ പോണ സമയം നോക്കിയിരുന്നു. നമ്മൾ കർത്താവിന്റെ വരവെന്ന് പറയാനാണ്. നമ്മൾ അസർത്തേറ്റ് അങ്ങോട്ട് ഇരിക്കുമ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരാഴ്ച വന്നില്ല പറയേ ഇത്രയും ഞങ്ങളിട്ട് കൊല്ലണോ? ഞാൻ വേറെ ഒന്നിനും ഒരു വീട്ടിನಲ್ಲಿ പോയത് ഇത്രയും കൊല്ലണോ? ചിലപ്പോൾ നമ്മൾ അല്പ എണ്ണയ്ക്കൽ പോയത്. നിങ്ങൾ നിസ്സാരമായിട്ട് അല്പ എണ്ണയാണ് കണ്ടെങ്കിൽ അടഞ്ഞത് നിന്റെ വഴി അടഞ്ഞു പോയി അല്ലേ? എണ്ണ വാങ്ങാൻ വേണ്ടി അല്പം എണ്ണയ്ക്കൽ ഞാൻ പോയത്, വേറെ ഒന്നിനും പോയില്ലല്ലോ. നിനക്ക് അല്പ എണ്ണയെന്ന് പറയണമെങ്കിൽ കർത്താവ് പറയും, ഞാൻ പറയും നീ അനുസരിക്കാൻ തയ്യാറായില്ല, നീ കഴുകാൻ തയ്യാറായില്ല, നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല, നീ നിന്നെ തന്നെ ഒരുങ്ങിയില്ല എന്ന് ദൈവം വചനം വിളിച്ചു പറയും. അല്ലേ? കാര്യം എന്താണ്? ആ വിളക്കുന്ന ഒരുക്കമുള്ളവരാ വിളക്കെടുക്കുമ്പോൾ എണ്ണയും എടുത്തത്. നമുക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ. എങ്ങനെയെങ്കിലും ജീവിച്ച്, എങ്ങനെയെങ്കിലും തിന്ന്, എങ്ങനെയെങ്കിലും കുടിച്ച്, എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകാനല്ല. ദൈവത്തിന്റെ വിളി എന്ന് പറഞ്ഞാൽ രാജപുരോഹിത വർഗമായിട്ടാ ദൈവ മക്കള്. അവർ രാജാവായത് കൊണ്ട് തന്റെ മക്കളെയും ദൈവം വിളിച്ചിരിക്കുന്നത് രാജപുരോഹിത വർഗമായിട്ടാ. രാജാവ് രാജഭോജനം കഴിക്കുമ്പോ, അടുത്ത് പറയാം, രാജാവ് കഴിക്കുന്ന രാജഭോജനം മക്കളെന്ത് കഴിക്കും? രാജാവ് കഴിക്കുന്നത് രാജഭോജനം. രാജാവിന്റെ മക്കൾ എന്ത് കഴിക്കും? പറ. രാജഭോജനം കഴിക്കണത്. നിങ്ങൾ എന്താ കഴിക്കണത്? അത് മനസ്സിലാക്കാൻ വെച്ചിരുന്നാൽ മതി, വെളിയിൽ പറയാൻ പറ്റൂല. ഹല്ലേലൂയ. ഇന്ന് രാജാവിന്റെ മക്കളായി മാറണം. നമ്മൾ രാജാവിന്റെ മക്കളായിട്ട് മാറണം. എണ്ണയെടുത്ത സമയത്ത്, ഈ പോയ സമയത്ത് മണവാളൻ വന്നു. വന്ന് ഇവരെ സ്വീകരിച്ചെന്തേതോ വാതിലടച്ചു.
വാതിലടച്ചു. ഹല്ലേലൂയ. വാതിൽ അടയ്ക്കേണ്ട സമയം അടയ്ക്കോ. അതുവരെ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. മറക്കരുത്, 2023 നിനക്ക് വാതിൽ തുറന്നിട്ടു. മനസ്സിലാവുന്നോ? കയ്യും കെട്ടിരി, അനക്കണ്ട, മസിലും പിടിച്ചിരി. 2023 പലവർക്കും തുറന്നിട്ടിരിക്കുക. വാതിൽ ഇപ്പൊ ഓപ്പണാ. ഇപ്പം വാതിൽ എല്ലാവർക്കും തുറന്നിട്ട് ആർക്ക് വേണോ കയറി വരാം. വിളമ്പി വെച്ചിരിക്കുന്ന സദ്യയും മണവാളന്റെ അടുത്തിരിക്കുവാനാ വിളി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഈ ടൈമിൽ വന്നു കന്യകമാരെ വന്നു. 5 പേര് അവർ വാതിലേക്ക്, മണവാളൻ വന്നു, കല്യാണ സദ്യയ്ക്ക് ക്ഷണിച്ചു. വാതിൽ അടച്ചു. ആ ടൈമിൽ വാതിലടയ്ക്കുന്ന സമയത്ത് അതിനുശേഷം മറ്റേ കന്യകന്മാരും 5 പേര് അകത്ത് പോയപ്പോ 5 പേര് വന്ന് അവർ വന്നു, കർത്താവേ കർത്താവേ, അയ്യോ കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തുറക്കണമേ. അടുത്ത വായിച്ചേ. അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതിന് ഞാൻ നിങ്ങളെ സത്യമായിട്ട് അറിയുന്നില്ല. ഇവിടെ ഇങ്ങനെ വിളിക്ക, കർത്താവേ കർത്താവേ കർത്താവേ, ഒന്ന് തുറപ്പാ, ഒന്ന് തുറപ്പാ, അപ്പാ ഒന്ന് തുറപ്പാ, തുറക്കണപ്പാ. തുറക്കൂലപ്പാ, ഞാൻ പോണോ നിക്കണോ? അപ്പാ ഒന്ന് തുറപ്പാ, ഞാൻ മോളലി, അപ്പന്റെ മോളലി. ഇങ്ങനെ നിർബന്ധം പിടിച്ച് കരയുക. വാതിലിന്റെ അടഞ്ഞ സമയത്ത് വെളിയിൽ കിടന്നുകൊണ്ട് എന്തൊക്കെ മുട്ടായ്പ പറഞ്ഞാലും, നീ എന്തൊക്കെ ഞാൻ ഞായറാഴ്ച ആഹാരം കൊടുത്തു, അതൊക്കെ ശരി തന്നെയാണ്. ഈ വർഷം മൊത്തത്തിലെ പരിപാടി നീ ഏറ്റെടുത്തെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. ഈ വർഷത്തിലെ സഭ എല്ലാ പ്രോഗ്രാം ഏറ്റെടുത്തെന്ന് പറഞ്ഞാലും ശരി തന്നെയാണ്. കല്യാണ സദ്യക്ക് നീ ഒരുങ്ങിയില്ല എങ്കിൽ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വാതിൽ അടച്ചു കഴിഞ്ഞാൽ സ്വർഗം പറയും, ഞാൻ നിന്നെ അറിയുന്നില്ല, ഞാൻ നിന്നെ അറിയുന്നില്ല, ഞാൻ നിന്നെ അറിയുന്നില്ല. പക്ഷെ ഇപ്പൊ പറയും, ഞാൻ നിന്നെ അറിയുന്നുണ്ട്. അറിയുന്നത് കൊണ്ടാ പ്രാർത്ഥനയ്ക്ക് മറുപടി വരുന്നത്. നിങ്ങൾ നിലവിളിക്കുമ്പോഴേ ഇപ്പോൾ അറിയുന്നുണ്ട്. അറിയാത്തൊരു സമയവും നാഴികയും വരുന്നുണ്ട്. അത് വരാതിരിക്കുക. അന്ന് ഈ വാതിലിന്റെ വെളിയിൽ കിടന്നുകൊണ്ട് അപ്പാ തുറക്കണം, അപ്പാ ഞാൻ നിന്റെ മോളലി, മൂത്ത മോളലി, ഇളയ മോളലി, കുഞ്ഞമ്മേര മോളലി, വലിയമേര മോളലി, അവിടുത്തെ മോളലി, ഇവിടത്തെ മോളലി, അത് ചപ്പിച്ചവർ എന്തൊക്കെ പറഞ്ഞാലും നോ രക്ഷ. ഇപ്പോൾ നിനക്ക് കിട്ടിയ ചാൻസ് കളയരുത്. ഇപ്പോൾ തരുന്ന ചാൻസ് കളഞ്ഞു കുളിച്ചാൽ ചില പറയും കുറച്ചു ദിവസം കഴിയട്ടെ, പല്ല് വേദന മാറിയിട്ട് ചിലതിനെ കടിച്ചു പറിക്കാം. ഈ പല്ല് വേദന മാറേയില്ല, ജീവിതത്തിൽ നിന്ന് കടിച്ചു പറിച്ച് തിന്നാനും പറ്റൂല. വേദന ഉള്ള സമയത്ത് തന്നെ ഒന്ന് കടിച്ചു പിടിക്കാൻ നോക്കിയ ചിലത് പറഞ്ഞു വരുന്ന അനുഗ്രഹം നിനക്ക് കിട്ടും. വേദനയുള്ള സമയത്ത് ചിലത് കടിച്ചു പിടിച്ചാൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. ദൈവ സഭയോടൊരു ദൂത് പറയാം. കഷ്ടതയുടെ നടുവില് നീ ദൈവത്തെ അറിഞ്ഞ ചില നന്മകളെ ദൈവം കിട്ടിവരും. ഉറപ്പാ ഉറപ്പാ ഉറപ്പാ. കഷ്ടതയുടെ നടുവിൽ നീ ദൈവത്തെ വിളിച്ചാൽ ദൈവം നിന്നെ ചിലതിനെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ. ചിലത് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. കഷ്ടയുടെ നടുവില, ഇല്ലായ്മയുടെ നടുവില, ഉള്ളപ്പോഴല്ല ഇല്ലായ്മയുടെ നടുവിലോ എന്റെ ദൈവത്തെ വിളിച്ചാൽ നിന്നെ കയറ്റി വിടും. വാതിൽ അടച്ചില്ല, വാതിൽ അടച്ചില്ല. വാതിലടയ്ക്കാൻ ചില മണിക്കൂറുകളുണ്ട്. വാതിലടയ്ക്കുവാൻ ഈ സമയമാകും. ഇന്ന് രാത്രി ഈ സമയമാകുമ്പോ വാതിലടയ്ക്കും. വാതിലടച്ചിട്ട് എല്ലാവരും കരം പിടിക്കും. മണവാളനുമായിട്ട് അങ്ങോട്ടൊരു ഡാൻസാ. ഹല്ലേലൂയ. അത് ഇന്ന് അർദ്ധരാത്രി സംഭവിക്കുന്നു. പുതുവർഷത്തിലേക്ക് അല്ലേ? അർദ്ധരാത്രി 12 മണിയാകുമ്പോ അന്ന് ഒരുങ്ങി, എണ്ണയോടെ ഒരുങ്ങിയിരിക്കണം ഇപ്പോൾ. അല്ലേലും ആ സമയത്ത് മണവാളൻ വന്നു. മണവാട്ടിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ
വെയിറ്റ് ചെയ്യത്തില്ല, സ്വീകരിച്ചു കഴിഞ്ഞാൽ വാതിൽ അങ്ങ് അടയ്ക്കും. ഒരു വാതിൽ നമുക്കിപ്പോൾ തുറന്നിരിപ്പുണ്ട്, ചില മണിക്കൂറുകൾ വാതിൽ തുറന്നിരിപ്പുണ്ട്. ഒരു തീരുമാനമെടുക്ക്, ദൈവസന്നിധിയിൽ തീരുമാനമെടുക്ക്. കർത്താവേ, ഞാൻ നിന്നെ സ്വീകരിക്കാം, ഞാൻ നിന്നെ സ്വീകരിക്കാം എൻ്റെ അപ്പനായി. ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും, ഇന്ന് രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ആമേൻ നിലനിൽക്കുവാൻ ദൈവത്തിന്റെ കരം, തുണയായ കരം, സർവശക്തന്റെ കരം നമുക്ക് കൂടെ ഇരിക്കുവാൻ കർത്താവേ, ഞാൻ വഴുതി പോകാതെ വരുത്തല്ലേ. വഴുതി പോകാതെ, വഴുതും ഒരുപാട് ചാൻസ് ഉണ്ട്. 2024 വരാല് വഴുതി പോയതല്ലേ? ഏത് മീന്? വരാല്. വരാല് ഭയങ്കര വഴുതക്കമാണ്, പിടിക്കും തോറും വഴുതി വഴുതി ചാടും. പക്ഷെ എത്ര വഴുതിയിട്ടെന്ന് കർത്താവ് പിടിച്ച് നിർത്തി അല്ലേ? പലതിനെയും വഴുതി ഈ ലോകത്ത് നീക്കപ്പെട്ടതേ മക്കളെ. ശത്രു പലതിനെയും അടിച്ചുകൊണ്ടുപോയി. ഇന്ന് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. എത്രയോ പ്രതികൂലങ്ങൾ, എത്രയോ അപകടങ്ങൾ എൻ്റെ ജീവിതം നോക്കുന്നു. എത്രയോ അപകടങ്ങൾ കൺമുമ്പിലൂടെ കടന്നു വന്നു, എത്രയോ പ്രതികൂലങ്ങൾ കടന്നു വന്നു. പക്ഷെ ദൈവത്തിൻ്റെ ഒരു കരുതൽ, വായിച്ച വചനം, അവൻ്റെ ദയ നമ്മുടെ മേൽ ചുറ്റിയിരുന്നത് കൊണ്ട് ദൈവത്തിൽ നിന്ന് നമ്മളെ ദൈവം സൂക്ഷിച്ചു. ആമേ, എണ്ണ നഷ്ടപ്പെടരുത്, പ്രാർത്ഥന നഷ്ടപ്പെടരുത്. നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന വേണം, വിളക്ക് വേണം, എണ്ണ വേണം. 2023 പ്രകാശിനെ കാട്ടിലും നീ പറ, 2024 ഞാൻ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രകാശിക്കപ്പെടും, ദൈവത്തിലേക്ക് ഞാൻ പ്രകാശിക്കപ്പെടുന്ന പറയുന്നവർക്കായി സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ബുദ്ധിയില്ലാത്തവർ, ഞാൻ 5 പേര് ബുദ്ധിയില്ല എന്ന് പറഞ്ഞു. ആ ബുദ്ധിയില്ലാത്തവർ ആരും ഇതിനകത്ത് വന്നിട്ടില്ല, ബുദ്ധിയുള്ളവർ അതിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ളവരാ ദൈവ മക്കളെ, ഇതിനകത്ത് ബുദ്ധിയില്ലാത്തവരല്ല. ഇതിനകത്ത് വന്ന 5 എന്ന് പറഞ്ഞത് അതിന് 50 500 വന്നാലും അത് നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്. ദൈവത്തിന്റെ ആമേ ഒരുക്കമുള്ളവരാ, ഒരുക്കമുള്ളവരാ. നിങ്ങൾ ഒരുക്കമുള്ളവരാണ്. ഈ സഭ ഒരുക്കമുള്ളവരാ. മുറിഞ്ഞ പോലെ സഭ ഒരുക്കമുള്ള, ദൈവത്തിന് വേണ്ടി ഒരുക്കമുള്ളവരാ. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുക്കത്തോടെ 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 ഞാൻ സ്വീകരിക്കുന്ന ഒരുക്കമുള്ള സഭയാ. ലൂക്കോസ് സുവിശേഷം 13:25 വാക്യം. ലൂക്കോസ് 13:25 വാക്യം. വീട്ടുടയൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്ന് കർത്താവെ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. 5 കന്യകമാര് ബുദ്ധിയുള്ളവരകത്ത് കയറി, മറക്കരുത്, അകത്ത് കയറി. ഇപ്പൊ വെളിയിൽ കിടന്ന് മുട്ടണ ആരാണ്? 5 കന്യകമാര്. കന്യകയാണ്, ബുദ്ധിയില്ല. ബുദ്ധിയില്ലാത്തവര് വെളിയിൽ കിടന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാ ലൂക്കോസ് സുവിശേഷം 13:25 വാക്യം പറഞ്ഞ, വീട്ടുടയവൻ എഴുന്നേറ്റ് കതക് അടച്ച ശേഷം നിങ്ങൾ പുറത്തു നിന്നുകൊണ്ട് കർത്താവേ തുറന്നു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കതകിന് മുട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല. എവിടെ നിന്ന് വന്നത് പോലും ഞാൻ അറിയുന്നില്ല എന്ന് അവൻ ഉത്തരം പറയും. ഞാൻ ചോദിക്കട്ടെ, എവിടെ നിന്ന് വന്നത് പോലും ദൈവം അറിയുന്നില്ല. അതിന് കാരണം എന്താണ്? നിങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്ന് ദൈവത്തിന് അറിഞ്ഞൂടെ? നല്ലപോലെ അറിയാം. ഞാൻ ഇന്ന വീട്ടിലെ ഇന്ന ആളിൻ്റെ മോനാണെന്ന് നല്ലപോലെ അറിയാം. എൻ്റെ അഡ്രസ്സ് കൃത്യമായിട്ട് ദൈവത്തിന് അറിയാം. ഞാൻ അറിയേണ്ട സമയത്ത് അറിഞ്ഞ് അനുസരിച്ചില്ല എങ്കിൽ, ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ചില്ല എങ്കിൽ, ദൈവം നമുക്ക് പറയുന്നൊരു സമയമുണ്ട്, അനുസരിക്കേണ്ട സമയമുണ്ട്. നമുക്ക് കൃത്യമായി ദൈവം പറയുന്നത് കേട്ട് അനുസരിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടന്നില്ല എങ്കിൽ അവസാനം വാതിലൊക്കെ അടയ്ക്കണ സമയത്ത് നീ അനുസരിക്കാതെ വരുമ്പോഴാ നിനക്കെതിരായിട്ട് ദൈവം തിരിച്ചു പറയുന്നത്. നീ വാതിൽ തട്ടിക്കൊണ്ടേയിരിക്കും. ആ മുട്ടിക്കൊണ്ടിരുന്ന സമയത്ത് എഴുന്നേറ്റ് പറഞ്ഞു,
നീ എവിടെ നിന്ന് വന്നെന്ന് ഞാൻ അറിയുന്നില്ല. നീ എവിടത്താളെ പോലും വാതിലടച്ചു കഴിഞ്ഞാൽ നിന്നെ പോലും തിരിച്ചറിയാൻ അറിയാം, പക്ഷെ അറിഞ്ഞൂടാ എന്ന് പറയത്തക്ക രീതിയിൽ നിന്റെ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ ഇന്ന് ആ സാഹചര്യത്തിൽ കൊണ്ടെത്തിക്കുന്ന നീ ദൈവസന്നിധിയിൽ കൃത്യമായി കീഴടങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്, നീ ദൈവത്തെ അനുസരിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ്, നിനക്ക് ദൈവത്തെ സ്വീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, ദൈവം പറയുന്നത് കേൾക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. നീ ഇന്ന വഴിയിലൂടെ വാ എന്ന് പറയുമ്പോൾ പറയും എനിക്ക് ഈ വഴിയിലൂടെ പോകാൻ പറ്റത്തില്ല, എനിക്ക് അപ്പുറത്തോ വീട്ടിൽ കൂടെ വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ വാതിലടയ്ക്കും. നമ്മുടെ ഇഷ്ടത്തിലൂടെ വഴിയല്ല. ഇന്ന് ദൈവം ഒരു പൈതലെ നമ്മൾ ഏത് വഴിയിലൂടെ നടക്കണം, എങ്ങനെ സഞ്ചരിക്കണമെന്ന് ഞാനും നീയും നിശ്ചയിക്കുന്ന വഴിയിലല്ല, സ്വർഗം നിശ്ചയിക്കുന്ന വഴിയിലൂടെയാ. ദൈവം നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എവിടെ കൂടെയെങ്കിലും പോയി ജീവിക്കാനുള്ള വഴിയല്ല. അവൻ്റെ വഴിയിലൂടെ നടക്കുന്നവർ ഭാഗ്യവാന്മാർ. ഭാഗ്യവാനാവണമെങ്കിൽ നമുക്കൊരു വഴിയുണ്ട്. ബൈബിൾ വിളിച്ച് പറയുന്നു, ഇന്ന് വാതിലിൻ്റെ വെളി കിടന്ന് വിളിക്കുക, വാതിൽ തുറക്കണമേ തുറക്കണമേ എന്ന്. ഇത്രയും പറയുവാനാ ഇത്രയും പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അറിയേണ്ട സമയത്ത് ദൈവത്തെ അറിഞ്ഞില്ല എങ്കിൽ വാതിലടയ്ക്കും. നിങ്ങൾ ആ വാതിൽ അടയ്ക്കുന്നതിനെ സ്വപ്നം കണ്ടുകൊള്ളണം. നമുക്ക് വാതിൽ തുറന്നു കിടക്കുന്ന സമയത്ത് മാത്രമേ കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. വാതിൽ അടച്ചാൽ തുറക്കത്തില്ല ദൈവ പൈതലേ, ഒരിക്കലും അടച്ചാൽ തുറക്കത്തില്ല. നിനക്ക് വേണ്ടി വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അടുത്തിരിക്കുന്ന സഹോദരിയോട് കരം പിടിച്ച് പറ, നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. കരം പിടിച്ച് പറ, പല സഹോദരന്മാർ കരം പിടിച്ച് പറ, നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് കേട്ടോ. നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ദൈവം 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 കർത്താവായ യേശു ക്രിസ്തു നിനക്ക് വേണ്ടി വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. പ്രാപിച്ചോ. കരമടിച്ച് അല്പസമയം ഒന്ന് സ്തുതിച്ചാട്ടെ, കരമടിച്ച് സ്തുതിച്ചാട്ടെ. ചില വിടുതലുകള്, ചില അത്ഭുതങ്ങള്, ചില വീര്യപ്രവർത്തികൾ, ദൈവ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അടന രഗന ശന്തല ബൗഡവ ഹസ്തല ബൗഡേ വൈഡവ രാജമദീന രഗരേ ഹസ്തല ബൗഡവ രാജമദീന വൈഡം ബൗഡവ രാജമദീന രഗരേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ആ ബേക്കിയിരിക്കുന്ന ചുവന്ന ഷാളിട്ട സഹോദരിയോട് പരിശുദ്ധ പറയുന്നു, നിന്റെ കണ്ണുനീരിന്റെ മേൽ മറുപടി വരുന്നുണ്ട് കേട്ടോ. ആ ബേക്കറ്റമിരിക്കുന്ന ചുവന്ന ഷാളിട്ട ആ സഹോദരിയോട് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് കൈമാറുന്നുണ്ട്. 2023 അവസാനിക്കുന്ന മുമ്പേ പരിശുദ്ധ പറയുന്നു, ഒരു ദൂത് ദൈവം നിന്റെ മേൽ ഇടപെടുന്നുണ്ട്. നിന്നോട് സംസാരിക്കുവാൻ അടന രഗന വൈഡ മാന വൈഡം ബൗഡവ രന്തല ബൗഡ. പരിശുദ്ധ പറയുന്നു, നിന്നോട് ദൈവം ഒരുപാട് സംസാരിക്കുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. നീ ചെവി കൊടുത്തിട്ടില്ല കുഞ്ഞെ. ദൈവം നിന്നോട് പല പ്രാവശ്യം സംസാരിക്കുവാൻ ആഗ്രഹിച്ചിട്ടും നീ ഇടപെടൽ കൊടുക്കാതെ നീ മാറി വഴുതിപ്പോയ അനുഭവങ്ങളെ കാണിക്കുന്നു. എന്നാ ഇന്ന് ദൈവത്തിന്റെ ഒരു വീര്യപ്രവൃത്തി നിന്റെ ശരീരത്തെ മാത്രമല്ല നിന്റെ കുടുംബത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്. പ്രാപിച്ചോ. യെസ് യെസ്. ഒരു തീ സംഭവിക്കുന്നു കേട്ടോ. ചില കേട്ടുകള്, ചില ബന്ധനത്തിന്റെ കേട്ടുകള് എരിയുന്നുണ്ട്. തീ. ഉറക്കമില്ലാത്ത രാത്രികൾ, ചില ഉറക്കമില്ലാത്ത രാത്രികളുണ്ട്. സ്വസ്ഥതയില്ല, ഉറക്കമില്ല, ചില വേദന കൊണ്ട് ഭാരപ്പെടുന്ന അനുഭവങ്ങളെ ദൈവം നിങ്ങളുടെ മേൽ മാറ്റുന്നുണ്ട്. ചില രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ നിന്ന്, ചില രോഗങ്ങൾ നിന്റെ മേൽ മാറിപ്പോകുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ശരീരത്തിൽ നിന്ന് ചില ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുക്രിസ്തു നാമത്തിൽ ഒരത്ഭുതം സംഭവിക്കട്ടെ. 2023 നിന്നെ കഴുകി ശുദ്ധീകരിക്കുന്ന വർഷമാണ്. നിനക്ക് വേണ്ടി വാതിൽ തുറന്നിടപ്പുണ്ട്. വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്നുണ്ട്. നീ മുഖാന്തരം നിന്റെ കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടാൻ പോവുക. നീ മുഖാന്തരം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. നീ മുഖാന്തരം
നീ ചവിട്ടുന്നിടത്തല്ല ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു. നിന്റെ മേൽ ചില വ്യക്തികളെ ദൈവം തരാൻ പോകുക. ആത്മാ പറയുന്നു, ചില വ്യക്തികളെ നിന്റെ കൈ തരാൻ പോകുന്നു. ഓ അത്ഭുതങ്ങൾ, നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ വീര്യ പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ സംഭവിക്കുക. മണിക്കൂറിനകത്ത്, ചില മണിക്കൂറിനകത്ത് ദൈവം ചെയ്യുമെന്ന് ആത്മാവ് ഈ സഹോദരൻ ദൂത് പറയുക. അടനാ രഗന വൈഡാമന. പ്രാപിച്ചോ 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 പ്രാപിച്ചോ. യെസ്. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് പറ, എന്തോ ഒന്ന് കടിച്ചാ പൊട്ടാത്തൊരു കാര്യമുണ്ട്. എന്താ കടിച്ചാ പൊട്ടാത്തൊരു കാര്യം? ജീവിച്ച് മതി. മനസ്സിൽ ഒരുപാട് വേദന, പരസ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. പരസ്യമായിട്ട് പറയാൻ പറ്റാ പല കാര്യങ്ങളും മനസ്സിനകത്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഈ കൂട്ടത്തിൽ ചിലത് തീരുമാനമെടുത്തിരിക്കുന്നു. അതിൻ്റെ മേൽ ഒരു വിടുതൽ സംഭവിക്കുന്നു കേട്ടോ. അതിൻ്റെ മേൽ ഒരു ഉമിക്കകത്തിരുന്ന് നീറും പോലെ, ഉമിക്കകത്ത് ഉമി കത്തുമ്പോൾ നീർന്ന അനുഭവം ഈ സഹോദരി അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ മേലൊരു വലിയ വിടുതലുകൾ. ഓ ചില ദുരാത്മാവിന്റെ ശക്തികൾ മാറിപ്പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സ്വസ്ഥതയില്ലാതെ കുടുംബത്തിനകത്ത് കുടിക്കുന്ന വെള്ളത്തിന് മോശം കിട്ടാതെ, ആ വെള്ളം കുടിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, തുപ്പാനും പറ്റാത്ത അനുഭവങ്ങൾ ചില നാളുകൾ കൊണ്ട് അനുഭവിക്കുന്നു. ഓ അത് മാറുന്നതിനായി സ്തോത്രം. സഹോദരി, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ മുഖാന്തരം, അറിഞ്ഞുകൊണ്ടിരിക്കുന്ന മുഖാന്തരം ദൈവത്തിന് ഓരോ സ്റ്റെപ്പും കരം പിടിച്ച് ഉയർത്തുന്നുണ്ട് കേട്ടോ. നിന്റെ ഭർത്താവിനെ ദൈവം മുട്ടുകുത്തിക്കും, ദൈവ സന്നിധിയിൽ മുട്ടുകുത്തിക്കും. ആത്മാ പറയുന്നു, നിന്റെ കണ്ണുനീരിന് മുമ്പിൽ പരിശുദ്ധ പറയുന്നു, നിന്റെ കൂടെ നിന്റെ ഭർത്താവ് വരും. എഴുതിട്ടോ, വേണമെങ്കിൽ സമയം എഴുതിട്ടോ. ആത്മാ നിന്റെ കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പോകാൻ തയ്യാറായി. 2024 നിന്റെ കരം പിടിച്ച് ഒരുമിച്ച് വരും. ഈ കരയുന്ന വിഷയത്തിന്റെ മേൽ ചില മറുപടികളോടെ വന്നോണ്ടിരിക്കുക. അയ്യോ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വ്യത്യസ്തമായ, അതിൻ്റെ പലവരും പല പോലെ ഇവിടെ ഇരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് ഒരു വ്യക്തി മാത്രം ഞാൻ ചോദിച്ചാൽ, ഇതിനകത്ത് പലവരും, ഇതിനകത്ത് ഇരിക്കുന്നവർ ഒരു ഓട്ടിനകത്ത് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമി പോലെ പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. അവർ മാത്രമല്ല, നിങ്ങൾ അടുത്ത് വന്ന് ദൂത് പറഞ്ഞില്ലെങ്കിലും ആ വിടുതൽ പലവർക്കും സംഭവിക്കുന്നു കേട്ടോ. ഈ വിടുതൽ ഒരാളിന് മാത്രമല്ല, ചില വിടുതൽ ഒരാളിന് മാത്രമല്ല, ഇത് പലർക്കും സംഭവം. ഏറ്റെടുത്തോ, അത് ഏറ്റെടുത്തോ. അത് നിന്നോടാണ് പറഞ്ഞെന്ന് പറ. ഉമിക്കകത്ത് ഉമി ഉമി ഉമി. എനിക്ക് അതാ ദൈവം പറയുന്നത്. ഉമിയിരുന്ന് പോയും പോലെ ഉമിക്കകത്ത് പോഞ്ഞ് 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 എത്രയോ സഹോദരിമാരുടെ ജീവിതങ്ങൾ പോഞ്ഞ് പോഞ്ഞ് നീറുന്ന അനുഭവങ്ങളെ ദൈവം പറയുന്നു, ചില മറുപടികൾ അതിൻ്റെ മേൽ വരുന്നുണ്ട്. യേശുവിനല്ലാതെ മറ്റൊരാളിന് പ്രാധാന്യം കൊടുക്കരുത് മക്കളെ. നിങ്ങൾ യേശുവിൻ്റെ കൂടെ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരും. ഏറ്റവും കൂടുതൽ പ്രാധാന്യം യേശുവിനായി കൊടുക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിച്ച് നിങ്ങൾ അറിഞ്ഞ സത്യം വലുതെന്ന് പറയും. അല്ലെങ്കിൽ വഴിയിൽ വീണ വിത്ത് പോലെ വർണ്ണവനും പോണവനും അണ്ടനും ചെമ്മാനും ചെരുപ്പ് കുത്തിയും എല്ലായിട്ട് ചവിട്ടും. വഴിയിൽ വീണ വിത്ത് ആവരുത്. അടുത്ത പ്രസംഗമാണ് എൻ്റെ. വിത്തുണ്ട് വഴിയിൽ, അവന് നല്ല നിലത്ത് വീഴുന്ന വിത്തായി തീരുവാൻ, നല്ല നിലമായ ക്രിസ്തുവിൽ വിത്തായി തീരുവാൻ, ഫലം കായ്ക്കുന്നവരായി തീരുവാൻ നിങ്ങൾ ഓരോരുത്തരും ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിച്ച് മറക്കരുത്. അവസാനം പറഞ്ഞു, ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനമോ ഒഴിഞ്ഞു പോകത്തില്ല. ദൈവം നിങ്ങളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ അത് കൃത്യമായിട്ട് സംഭവിക്കും. എണ്ണ, വിളക്ക്, എണ്ണ, പ്രാർത്ഥന, നിങ്ങളുടെ ഉപവാസം. പ്രാർത്ഥന ഉപവാസം കൂട്ടുന്നത് എണ്ണ കൂടും. കണ്ണുനീരാണ് എണ്ണ. ആ മേഖല ഉപവസിക്കുന്നത് വിളക്ക്. ആ മേഖല എണ്ണ, വിളക്കിൽ എണ്ണ വർദ്ധിക്കും. ആമേ, നിങ്ങളുടെ കണ്ണുനീര് ആരൊക്കെ കരയുമുണ്ടോ അത് നിങ്ങളെ വിളക്ക് ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കരയുന്ന ദൈവമക്കളെ, അത് വിളക്കാണ്. നിങ്ങളെ വിളക്ക് കെട്ടുപോകത്തില്ല, ആർക്കും കെടാൻ പറ്റത്തില്ല. നിനക്ക് പ്രാർത്ഥനയും നിലവിളിയും കണ്ണുനീരും ഉണ്ടെങ്കിൽ നിൻ്റെ സ്തുതി മാറ്റുക തന്നെ ചെയ്യും. പ്രാർത്ഥനയിൽ പ്രാർത്ഥനയുടെ മുമ്പിൽ
ഒരു ശത്രു ഒരു പ്രാർത്ഥനയുടെ മുമ്പിൽ ഏത് പിശാചിൻ്റെയും മുഴങ്കാലും മടങ്ങും. ഹല്ലേലൂയ. നിങ്ങൾ കിട്ടൂല എന്ന് പറഞ്ഞ കാര്യം വരെ സാധിച്ചു തരും പ്രാർത്ഥനയിൽ. യേശു ക്രിസ്തു കൂടുതലും പ്രാർത്ഥനയാ. യേശു ക്രിസ്തു നോക്കുമ്പോൾ എല്ലാം മാക്സിമം നോക്കുന്നത് ഒരു മണിക്കൂർ നോക്കുന്നുണ്ടെങ്കിലും 60 മിനിറ്റ് 70 മിനിറ്റൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാ സമയം വേർതിരിക്കുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ നിൽക്കാം. ദൈവസന്നിധിയിൽ വിളക്കെടുക്കുമ്പോൾ ആ വിളക്ക് നല്ല വിളക്കായിരിക്കട്ടെ, നല്ല ശുദ്ധമായ വിളകട്ടെ. 2024 കയറുമ്പോൾ ഈ വിളക്ക് കഴിയ വിളക്കായിരിക്കണം. ക്ലാവ് പിടിച്ച് കത്തിക്കാൻ പറ്റാത്തതും എവിടെയെങ്കിലും പൊത്തതും എണ്ണ വീത്തമ്മ ചോർന്നു പോകുന്ന വിളക്കാവരുത്. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഈ വിളക്ക് ഓട്ട വിളക്കാവരുത്. എണ്ണ വീത്തമ്പോൾ പറഞ്ഞ് പോകുന്ന വിളക്കാവരുത്. കഴുകണം. ഈ വിളക്കിനെ കഴുകണം. യാത് വിളക്ക് ഇതിനകം മൊത്തം കഴുകണം. ഈ വിളക്ക് നല്ലപോലെ കഴുകി ഒന്ന് ശുദ്ധീകരിച്ച് എണ്ണ വീഴ്ത്തുമ്പോൾ അവിടെ തന്നെ നിൽക്കണം. കേൾക്കുന്ന വചനം അവിടെ തന്നെ നിൽക്കണം. ചോർന്ന് പോകരുത്. എണ്ണ നഷ്ടപ്പെടരുത്. നീ വിളക്കെടുക്കുമ്പോൾ, നീ ദൈവത്തെ എടുക്കുമ്പോൾ എണ്ണയൂടെ എടുക്കുക, ഒരുമിച്ച് എടുക്കുക. നീ 5 കന്യകൾ ബുദ്ധിയുള്ള കന്യകായി തീരുവാൻ, ബുദ്ധിയില്ലാത്ത കന്യകളോട് പോകരുത്. കർത്താവിനെ സ്വീകരിക്കുവാൻ എപ്പോഴും ഒരുക്കം മാത്രമല്ല, അനുസരണയും വേണം. നിങ്ങൾ ഒരുക്കമുള്ളവരാണ്. പ്രവേശിക്കാന്ന് പറയുമ്പോൾ പറയും അവർ രണ്ടുപേർ വെളിയിൽ പോയിരിക്കണം, വന്നിട്ട് പ്രവേശിക്കാന്ന് പറയാൻ പറ്റൂല. പിസിലടിച്ച ഉടനെ കയറിക്കോളണം. അവിടെ വേറെ മക്കളെ മരുമക്കളെ കൊച്ചുമ്പോൾ ഒരു സ്ഥാനവും ഇല്ല. പിസിലടിച്ചാൽ കയറുക, വേറെ ഒരു വിട്ടുവീഴ്ചയുമില്ല. വാതിലടഞ്ഞാൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി തയ്യാറാക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, ഈ സൃഷ്ടി ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. ചാനലിലൂടെയും മീഡിയ ചാനലിലൂടെയും മന്നാ ടിവിയുടെയും യൂട്യൂബിലൂടെയും കേൾക്കുന്ന സകലവരെയും ഈ 2023 അനുഗ്രഹിച്ചെന്ന് പറയുവാൻ കർത്താവേ, അനവധി മക്കള് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നുണ്ട്. കടഭാരം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, രോഗങ്ങളാൽ കുടുംബത്തിനകത്ത് മദ്യപാനം. ദൈവത്തിന്റെ കരം ഇറങ്ങണം. ചില ദുശീലങ്ങൾ ലഹരിക്ക് അടിമയായവരെ ഒരു മോചനം. ലഹരിക്ക് അടിമയായി പാപത്തിന്റെ അടിമയായവരെ മോചിപ്പിക്കണം. 2024 ദൈവമേ മാറ്റം, ഒരു ചേഞ്ചിങ് അവരാഗ്രഹിക്കും പോലെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കുടുംബത്തിലായി എല്ലാവരുടെ മേലും വിളക്കും എണ്ണയും ഒരുങ്ങുവാൻ പ്രാർത്ഥന എന്ന വിളക്ക്, പ്രാർത്ഥന എന്ന എണ്ണ, പ്രാർത്ഥന എന്ന വിളക്ക് ഒരുങ്ങുവാൻ നീ ഒരു വിളക്കായി തീരുവാൻ സ്വർഗ്ഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവരെയും കഷ്ടത്തിലായിരിക്കുന്നവർ പുതിയ വർഷം പുതിയ അനുഗ്രഹത്തോടെ കയറി എന്ന് പറയുവാൻ നല്ല വാർത്തകൾ ചാനലിലൂടെ വരട്ടെ. നല്ല സന്തോഷ വിടുതലുകളിൽ നിന്ന് യേശു അത്ഭുതം ചെയ്ത് പറയത്തേക്കാണ് നല്ല സാക്ഷ്യങ്ങൾ ദൈവമേ അങ്ങ് കേൾപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യാണ്. അവരെല്ലാവരും അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ 2023 എല്ലാവരെയും ചാനലുടെയും സകലത്തിന്റെ മേൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സകലവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.